നോക്ക്, സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 ലോകരാഷ്ട്രങ്ങൾ. അപ്പുറത്ത് നോക്കിയാൽ ഏറ്റവും നിർണായകമായി 7 ഭൂഖണ്ഡങ്ങളിൽ ഇന്ന് 850 കോടി ജനത, 6500 ഭാഷ സംസാരിക്കുന്നു. ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് 145 കോടിയിലേക്ക് ഇന്നത്തെ ലോക ജനസംഖ്യ ഇന്ത്യ ജനസാന്ദ്രതയുള്ള പട്ടണമായി മാറുന്നു. നാളെ എന്ത് ഭവിക്കുമെന്ന് ഇവിടെ ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കയിലെ കാര്യം. കാനഡയിൽ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല, ബ്രിട്ടനിൽ പോയ കുഞ്ഞുങ്ങൾ കരയുന്നു, പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ ആഞ്ഞടിക്കുന്നു, ഒരിടത്ത് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, 40 ദിവസമായി ഇസ്രായേൽ ഗാസ സംഘടന നടക്കുന്നു, ബാങ്കുകൾ പൊട്ടുന്നു, കത്തിക്കുത്ത് നടത്തുന്നു, കേരളത്തിൽ മയക്കുമരുന്ന്, മുതലാളിക്കും തൊഴിലാളിക്കും ഉറക്കമില്ല. വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ലോകം വന്നു. അല്പമെങ്കിലും സമാധാനത്തോടെ കിടക്കുന്നത് യേശോപ്പച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഓരോ 100 വർഷം കൂടെ ഒരു പകർച്ചവ്യാധി വരും. 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാൻ ലാബിൽ നിന്ന് ഒരു വൈറസ് ഇറങ്ങി. 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ. ആ വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. ഇതൊരു അന്ത്യകാലത്തിൻ്റെ ദിനങ്ങൾ. മത്തായി 24-21 വരുമ്പോൾ യേശു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് അറ്റ് ഇൻ യുവർ ഐസ്. മനുഷ്യന് മുൻപിൽ കാണാത്ത ചില സംഭവങ്ങളും പകർച്ചവ്യാധി ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 1800 ഒരു പകർച്ചവ്യാധി ലോകത്തിൻ്റെ ചരിത്രത്തിൽ വന്നു. അത് ആ മനുഷ്യകുലത്തെ മുച്ചൂട് മുടിച്ചു കളഞ്ഞ ഒരു പകർച്ചവ്യാധിയായി പ്ലേഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 917 കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ, 3 സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നടന്നു. 917 ഒരു മഹാവ്യാധി ഇവിടെ ആഞ്ഞടിച്ചു. അതിൻ്റെ പേര് സ്പാനിഷ് ഫ്ലൂ. ഇവിടുത്തെ ഡോക്ടർമാർക്ക് കാരക്കോണം മെഡിക്കൽ കോളേജിൽ BSc നേഴ്സിംഗ് കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോഴും അത് പഠിക്കുന്നുണ്ട്. സ്പാനിഷ് ഫ്ലൂ, പെസ്റ്റിലൻസ്, അനവധി പേരെ കൊന്നു. 917 ആദ്യമായ ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത്. കാറൽ മാർക്സ് ഒരു യഹൂദനായിരുന്നു. ഏംഗൽസിൻ്റെ ലഘുലേഖ കയ്യിലെടുത്തുകൊണ്ട് മോസ്കോയുടെ തെരുവീതിയിൽ ചെങ്കൊടികൾ പിടിച്ചുകൊണ്ട് തൊഴിലാളികൾ മെയ് മാസത്തിൽ പ്രകടനം നടത്തി സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവാൻ. അന്ന് സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം റഷ്യയിൽ വരുന്നത്. 3-ാമത്തെ കാര്യം, ആദ്യമായി യഹൂദൻ മടങ്ങി വരുന്നത്. പീലാത്തോസിൻ്റെ അരമനയിൽ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന് നിലവിളിച്ച യഹൂദൻ ലോകരാജ്യങ്ങൾ ചിതറിയിട്ടവൻ മടങ്ങി വരുന്നത് 917 നവംബർ 11 സെക്കൻഡ്. അതിൻ്റെ പേരാ ബാൽബോർഡ് വിളംബരം. ഇവിടെ വെള്ളറട UKF കോളേജിൽ പോയാലും യൂണിവേഴ്സിറ്റി പോയാലും ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ലോക ചരിത്രം, കർത്താവിൻ്റെ വരവ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 3 കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ ബൈബിളിനകത്ത്. അതുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ. 1, ഒരു പകർച്ചവ്യാധി. 2, യഹൂദൻ മടങ്ങി വരുന്നു. 3, ഏറ്റവും നിർണായകമായി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. അങ്ങനെയെങ്കിൽ കോവിഡ് സാധാരണ സംഭവമല്ല. കോവിഡിൻ്റെ മറവിൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളിൽ 30ഓളം പ്രവചനങ്ങൾ നിവൃത്തിയാവുന്നു. 3 കാര്യം തൊട്ടുവെച്ച് ആമോസിൻ്റെ പ്രവചനത്തിൽ കിടക്കും. 1-ാമത്തെ സംഭവം, ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് അനൗൺസ്മെൻറ്റ്, പ്ലെയിൻ യാത്രയാകുന്നതിന് മുമ്പ് അനൗൺസ്മെൻറ്റ്. ഇവിടെ കൺവെൻഷൻ കൂട്ടങ്ങൾ തടക്കുന്നതിന് തലേന്ന് ഈ കുഞ്ഞുങ്ങൾ മൈക്ക് കെട്ടി ഇവിടെ എല്ലാം അനൗൺസ് ചെയ്യും. നാളെ ഇന്ന സമയത്ത് യോഗമുണ്ട്, കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. അതുപോലെ അനൗൺസ്മെൻറ്റ്, കർത്താവിൻ്റെ വരവിൻ്റെ 3 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം, ഈ രാത്രി നാം അവിടെ ആയിരിക്കുമ്പോൾ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാം കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ 3.25 ലക്ഷം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രനിലേക്ക് മനുഷ്യൻ യാത്രയാകുന്നു. അതിൻ്റെ ആവശ്യമായി 36 ഉപഗ്രഹങ്ങൾ ഒരു റോക്കറ്റിനകത്ത് ഇന്ത്യ ചന്ദ്രനിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞു. അവിടെ ചെന്ന് വിക്രം ലാൻഡർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വഴി ഇന്ന് സകല ഫോട്ടോയും അവിടുന്ന് ചോർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. 2-ാമതായി, ഇന്ന് നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ 15 കോടി കിലോമീറ്റർ കത്തിപ്പഴുക്കുന്ന സൂര്യനിലേക്ക് സൂര്യത്തിൻ്റെ പഠിക്കുവാൻ ഗഗൻയാൻ ആദിത്യ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തെ അയച്ചു. അതിടയ്ക്ക് കളിക്കാവള വണ്ടി നിർത്തിയതുപോലെ ഇടയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. 110 കിലോമീറ്റർ അവിടുന്ന് പടം അയച്ചു തുടങ്ങി. തീർന്ന്. അത് കഴിഞ്ഞ് 3-ാമതായി 5.25 കോടി കിലോമീറ്റർ കത്തിപ്പഴക്കുന്ന ചൊവ്വയിലേക്ക് മനുഷ്യൻ യാത്രയാകാൻ പോകുന്നു. 2 പെൺകുട്ടികൾ, കേരളക്കാർ, പാലക്കാട് ലേഖ സദ്ദാം, തിരുവനന്തപുരം സ്വദേശി രാജഗേഷ്, ഇവിടെ റഷ്യയിലെ ബൈക്കന്നൂർ, അവിടെ റഷ്യയുടെ ബഹിരാകാശ കേന്ദ്രം സ്പേസ് ഷട്ടിൽ, അവിടെ ബൈക്കന്നൂരിൽ അവർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ബഹിരാകാശത്തിൽ കടക്കുവാൻ. ഒരന്ത്യകാലം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബാംഗ്ലൂരിൽ ചെന്ന് ISROയുടെ യോഗം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് മധ്യാകാശത്തിൽ അഥവാ ശൂന്യാകാശത്തിൽ സ്പേസിൽ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കണോ. നാടൻ ഭാഷ പറഞ്ഞാൽ പനച്ചുമൂട്ടി തട്ടുകട പണിയുന്ന പോലെ ഒരു കട അവിടെ പണിയുന്നോ. സ്വോത്രം. ISROയുടെ പറഞ്ഞിരിക്കുന്നു. കാര്യങ്ങളെല്ലാം അന്ത്യദിനങ്ങളിലേക്ക്. മനുഷ്യൻ വിവിധ ഗ്രഹങ്ങളിൽ കടക്കുമോ
അന്ത്യദിനം. ലൂക്കോസ് 21:25 വാക്യം ഇത്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമവും ഉണ്ടാകും. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്. നമ്പർ 2, കോവിഡ് അസ്തമിച്ചു. ഇപ്പോൾ 400 താഴെ കേസ്. ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ 400 താഴെയുള്ളൂ. അപ്പോൾ തന്നെ ചില രാജ്യങ്ങളിൽ, സ്പെയിനിൽ ഇപ്പോൾ ഈ നമ്മുടെ ഒമൈക്രോൺ കഴിഞ്ഞിട്ട് വേറൊരെണ്ണവും കൂടെ അടിച്ചിട്ടുണ്ട്, ഇഗ്നിസ്. അങ്ങനെ ഒരു സംഭവം ഒമൈക്രോണിൻ്റെ ബാക്കി അവിടെ അടിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി കോവിഡെല്ലാം മാറിയെങ്കിലും ഏറ്റവും നിർണായകമായി നിരത്തുകൾ വാഹനങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. 5 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ പാളത്തിനകത്ത് ട്രെയിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം വന്ദേ ഭാരത്, ദുരന്തോ എക്സ്പ്രസ്, ബുള്ളറ്റ് ട്രെയിൻ ഇതെല്ലാം നാം കാണുന്നു. അതുപോലെ മിന്നൽ ബസ് കടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ധനുവച്ചപുരം വെള്ളറട ഈ റോഡെന്ന് പറഞ്ഞാൽ രാത്രി ഒരു 10 മണിക്ക് ശേഷം 2-3 ബൈക്കോ അല്ലെ തടി കൊണ്ടുപോകുന്ന ഏതെങ്കിലും വാഹനമൊക്കെ കാണുന്നത്. ഞാൻ സ്ഥിരം ഇവിടെ യാത്ര ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി 11:30 ഇതിലേ പോയാലും കാറും വണ്ടിയും നിരന്തരമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. കളിക്കാവുള്ള തിരുവനന്തപുരം റോഡാണ്. പകലത്തെക്കാളും കൂടുതൽ വണ്ടികളെ രാത്രി പാറശാല നിന്നാൽ. മനുഷ്യൻ എവിടേക്ക് പോന്നു? നിരത്തുകളിൽ വാഹനങ്ങൾ. 5 മിനിറ്റ്. പണ്ടൊരു ട്രെയിൻ പോകുമ്പോൾ സഹോദരിമാർ പാളത്തിൽ വെള്ളമൊക്കെ അടിച്ച് ചുറ്റിയല്ലുകൊണ്ടൊക്കെ പാളത്തെ 2 തട്ടും തട്ടിയൊക്കെ ട്രെയിൻ പാളം ശരിയാക്കുന്നത്. ഇന്ന് ഒരു വണ്ടി പോയാൽ അടുത്തവൻ കാത്തു കിടക്കും. കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, സ്വത്രം അടുത്തവൻ കിടക്കുക പാനായിട്ട്. 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ചാക്കയിൽ ആദിമകാലങ്ങളിൽ 5-6 വിമാനം രാത്രി. ഇന്ന് രാത്രിയിൽ 26 വിമാനങ്ങൾ ചാക്കയിൽ ഇറങ്ങുന്നു. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ എയർപോർട്ട് അറ്റ്ലാന്റിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. 12 റൺവേ, 2 മിനിറ്റിൽ ഒരു വിമാനം. 2000 വിമാനം ഇറങ്ങുന്നു, കയറുന്നു. ആകാശത്തിനകത്ത് വിമാനം, റോഡിനകത്ത് വാഹനങ്ങൾ. അതുപോലെ തന്നെ ട്രെയിൻ പാളത്തിൽ 5 മിനിറ്റ് കൊണ്ട് പായുന്ന ട്രെയിനുകൾ, നോൺ സ്റ്റോപ്പായി മിന്നൽ ബസ്സുകൾ പായുന്നു. ഇതെല്ലാം ഇവിടെ നടക്കുന്നു. ബൈബിളിനകത്തുണ്ട്. കോവിഡിൻ്റെ മറവിൽ ഇത് വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. തീപ്പാന്തങ്ങളെ പോലെ കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. അന്ത്യദിനങ്ങൾ ആകാശത്തിൽ, റെയിൻപാളത്തിനകത്ത്, റോഡിനകത്തല്ല വാഹനങ്ങളുടെയും വിമാനങ്ങളുടെയും ട്രെയിനിൻ്റെയും പെരുമഴ. അന്ത്യദിനം. 3-ാമത്തെ കാര്യം, കോവിഡ് ഇവിടെ മാറി. ഇപ്പം ഇവിടെ വഴിനീളക്കാരക്കോണത്തായാലും വെള്ളറടയിലായാലും RT-PC ഇല്ല, ആൻറ്റിജൻ ഇല്ല. മാസ്ക് പോലും കടകളിൽ നിന്ന് മാറ്റി. നമ്മുടെ വീട്ടിൽ അല്പ സാനിറ്റൈസർ ഉണ്ടായിരുന്നു. എന്നാൽ സഹോദരിമാർ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കിട്ടാഞ്ഞ് അതെടുത്ത് അടുപ്പിൽ ഒഴിച്ച് കത്തിച്ച് തീർത്ത് കുപ്പിയും കാലിയാക്കി കളഞ്ഞു. സ്വത്രം. ഇതെല്ലാം ഇവിടെ നടന്നെങ്കിൽ പോലും ഇന്ന് രാത്രിയും ചില പ്രത്യേക രാജ്യങ്ങളിൽ പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നാൽ അവർ ചോദിക്കുന്നു വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് ലിങ്ക്ഡ് വിത്ത് പാസ്പോർട്ട്. 2 ഡോസ് വാക്സിൻ എടുത്ത മോഡി സാറിൻ്റെ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും കൊടുത്ത് പാസ്പോർട്ട് നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഗേറ്റ് തുറക്കത്തുള്ളൂ. കുഞ്ഞുങ്ങൾ, ഈ പാസ്പോർട്ടിൻ്റെ ബാർകോഡ് ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന തെളിപ്പോൾ ഒരു പച്ച ലൈറ്റ് കത്തുമ്പോഴാണ് അപ്പുറത്തോട്ട് പ്രവേശനമുള്ളത്. ഇല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലുമില്ല, ചില രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ഇപ്പോഴും വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റിൻ്റെ ബാർകോഡ് നമ്മുടെ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യണം. അർത്ഥം ഇതിനകത്ത് ഒരു ബാർകോഡിൻ്റെ നമ്പർ വന്നെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ബാർകോഡല്ല, ഒരു മൈക്രോ ചിപ്പ് വരാൻ പോകുന്നു. വെളിപ്പാട് 13, 16, 17, 18. അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ, ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ. വരാൻ പോകുന്നു മൈക്രോ ചിപ്പ് അഥവാ 666. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ, വചനപ്രകാരം നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയും, 2 മൈക്രോ ചിപ്പ് ഞങ്ങളുടെ കരങ്ങളിൽ വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എതിർ ക്രിസ്തുവിൻ്റെ മൈക്രോ ചിപ്പ് ഞങ്ങളുടെ കരങ്ങളിലും തലകളിലും വെളിപ്പെടുന്നതിനുമോ പരിശുദ്ധാത്മാവിൻ്റെ ചിപ്പ് പ്രാപിച്ചവരെ ചേൽക്കുവാൻ മധ്യാകാശത്തിൽ പ്രിയൻ ഈ തലമുറയിൽ വരുവാൻ കാലമായി. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി മലയൻകാവിനോട്, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശീത
ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ ചക്രം ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതിയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. മലയങ്കാവേ, തോലടിയെ, പനച്ചമോടേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ആമോസിന്റെ പ്രവചനം 4:11-12 വാക്യങ്ങൾ. പ്രൊഫസി ഓഫ് ആമോസ് ചാപ്റ്റർ 11 വേർഡ്സ് ആൻഡ് 12. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ആമോസിന്റെ പ്രവചനം 4:11-12 വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മളെ വായിക്കാം. ദൈവം സൊദോമിനെയും ഗൊമോറയെയും എല്ലാവരും ബൈബിൾ തുറന്നിട്ട്. ദൈവം സോദോമിനെയും ഗോമോറയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. ആ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ. നിങ്ങൾ മനസ്സിലാക്കണേ. ഒരു മിനിറ്റ് ആ കുഞ്ഞ് വാക്യം മാറ്റിക്കല്. മത്തായി 27:25 അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. യഹൂദൻ ലോകത്തിൻ്റെ വൻകരകളിൽ ചിതറിപ്പോയി. അവിടെ നിന്ന് അവനെ മടക്കി കൊണ്ടുവന്നതിന് ശേഷം ഇവൻ വാക്കനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേലെ അതുകൊണ്ട് അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ. എന്നിട്ടും കടന്നു വന്ന് ഇത്രയും സമ്പത്തും സൗകര്യമൊക്കെ കിട്ടിയിട്ടും എൻ്റെ വാക്ക് വായിച്ചട്ടെ. എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സർവശക്തന്റെ മുന്നിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. അടുത്ത വാക്ക്. അതുകൊണ്ട് ഇസ്രായേലേ, ഈ ഇന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന ഇസ്രായേല്, അതുകൊണ്ട് ഇസ്രായേല് ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. അടുത്ത വാക്ക്. ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ വെള്ളറുടെ റോട്ടി TPMന്റെ പൈത്തോമണ്ടന്റെ വാതൊക്കെ ഈ വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ സ്വർഗം ഇസ്രായേലിന്റെ മണ്ണിൽ എന്തോ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ 2 രാത്രി യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവും അന്ത്യകാല സംഭവങ്ങൾ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കുക. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഇന്ന് രാത്രി ആർക്കും വലിയ സന്തോഷമൊന്നുമില്ലല്ലോ. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം. ഇന്ന് രാത്രി കേട്ടോണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പവിത്ര സാറിന്റെ വീട്ടിൻ്റെ അവിടെ ഞാൻ കൺവെൻഷൻ വരുമ്പോൾ ആ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ രാവിലെ കോളേജിലേക്ക് പോയ ഒരു കുഞ്ഞ് വൈകിട്ട് ക്രിസ്ത്യൻ കോളേജ് വിട്ട് കാട്ടാക്കട പിന്നെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആ ബസ് ഇടിച്ച് 18 വയസ്സുള്ള ഒരു മോള് മരിച്ചു പോയത്. സ്വോത്രം. 80-കാരനും 90-കാരനും ഇന്ന് പടപെടാൻ നടക്കുമ്പോൾ 18 വയസ്സുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയാ വൈകിട്ട് ആറയൂരിലെത്തുന്നത്. മനസ്സിലാക്കണം. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് കൃപയിൽ നിർത്തിയ കർത്താവിന് കുഞ്ഞ്, കർത്താവ് നിനക്ക് കോടിക്കണക്കിന് രൂപ തന്നെന്നല്ല, വലിയ വീട് തന്നെന്നല്ല, കാറ് തന്നല്ല. കോവിഡിന്റെ മറവിൽ 82,000 പേർ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് മുതൽ കളിക്കവള ഇഞ്ചിവള വീട് പട്ടു വീണ് പോയപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ കുഞ്ഞുങ്ങളെയും മാതാക്കളെയും പിതാക്കളെയും കാത്തുപരിപാലിച്ച ദൈവത്തിന് ഇന്ന് രാത്രി ഞാൻ എന്ത് പകരം കൊടുക്ക്. ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയർ, അതരം പൂട്ടിയിരിക്കാനല്ല, ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ ഇന്ന് രാത്രി അതരം തുറന്ന് നീ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറെങ്കിൽ ഇന്ന് രാത്രി വിടുതൽ പകരുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നയിന്റെ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ വിധവയാകുന്നതിന് മുമ്പ് അവൾക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കന് അവനിക്ക് മരണപ്പെട്ടു പോയി. അവളുടെ ഏക ആശ്രയം 9 മാസവും 9 ദിവസവും 9 വിനാടിക്ക് നൊന്ത് പ്രസവിച്ച ഏക പൈതല. പക്ഷേ കാലം മുൻപോട്ട് പോയപ്പോൾ ആ പൈതലും മാറ്റപ്പെട്ടു. കുഞ്ഞിനെ അടക്കാനായിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുക. ശവം ചുമക്കുന്നവർക്ക് വേദനയില്ല, കല്ലറ വെട്ടുന്നവന് വേദനയില്ല. പക്ഷേ നൊന്ത് പ്രസവിച്ച അമ്മയുടെ അകത്ത ഗദ്ഗതം കണ്ടിട്ട് ജീവന്റെ നായകൻ ആ ജാഥയ്ക്ക് മുൻപിലേക്ക് തീർന്നു. ഇന്ന് രാത്രി പറയണം, ചില ചാവാറായ ശേഷിപ്പുകൾ മലയൻകാവ് കൺവെൻഷനകത്ത് ജീവന്റെ നായകന്റെ കരമതിനകത്ത് വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ശവപ്പട്ടിക്കകത്ത് നാഥന്റെ കരമിറങ്ങി വന്നപ്പോൾ ജീവനറ്റ ചേതനയറ്റ ശരീരത്തിനകത്ത് ചലനമുണ്ടായി. ആ ചെറുപ്പക്കാരൻ സംസാരിച്ചതുപോലെ 2023 ജനറൽ കൺവെൻഷനിൽ ഈ പട്ടണത്തിനകത്ത് സർവശക്തന്റെ കരം വെളിപ്പെടുമ്പോൾ ഇതങ്ങൾ യേശുവിനെ കാണുക. ഹല്ലേലൂയ. മരണം കാക്ഷിച്ച് കിടക്കുന്ന ചില മദ്യപാനികൾ യേശുവിനെ കാണുക. തകർക്കപ്പെട്ട അന്ധകാരത്തിൽ കിടക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി
അത്ഭുത പ്രകാശത്തിന്റെ കരത്തിലേക്ക് വന്നുകൊണ്ട് ഇന്ന് രാത്രി ചിലർ നിത്യജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ തരുന്നു. വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം, രട്ടുകളെ മാറ്റി ഉടിപ്പിക്കുന്ന ദൈവം, സെമിത്തേരിക്കകത്ത് പോകുന്ന ശവമഞ്ചത്തിൽ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ചലനമറ്റവൻ ചാടി എഴുന്നേറ്റ് സംസാരിച്ചതുപോലെ ഈ പട്ടണത്തിനകത്ത് മരണം കാത്ത ചിലതിന് ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് തൊട്ട് കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പരദീസിൽ തൻ്റെ മക്കളുടെ നടുവിൽ പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കാട്ടത്തിയുടെ പുറത്തിരുന്ന ടാക്സ് കമ്മീഷണറായ സക്കായിയെ ദൈവം താഴെ ഇറക്കിയതല്ല, അവൻ്റെ വീട്ടിനകത്ത് രക്ഷ വന്നതുപോലെ 2023 ഈ കൺവെൻഷൻ കൂട്ടങ്ങൾക്കകത്ത് ചില ഭവനങ്ങൾക്കകത്ത് നാഥന്റെ കരമിറങ്ങി അവർ രക്ഷയിലേക്ക് കടന്നു വരുക. ഇന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. പുഴവക്കത്ത് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുദിയയുടെ ചങ്കിനകത്ത് വചനമിറങ്ങിയപ്പോൾ നാഥന്റെ വചനത്തിന് പിൻപിൽ അവൾ കരമുയർത്തിയതുപോലെ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിനകത്ത് വചനം കേട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്തേക്ക് കടക്കുക. ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ 6 മുതൽ 10 വരെ ദേശത്തൊരു മഴ വരുതേ കർത്താവേ. ദൈവജനത്തിനെ ആരാധനയ്ക്ക് വിരോധം വിടാതെ വിരോധമായി വെച്ചിരിക്കുന്ന പറവോന്റെ ബന്ധനങ്ങൾ, അന്ധകാരത്തിന്റെ കട്ടുകൾ, ഈ ലോകത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട പിശാചിന്റെ ചിന്തകൾ ഈ ദേശത്ത് നിന്ന് വിട്ടുമാറുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി മഹാദൈവത്തിന്റെ കരം ഇവിടെ ചലിക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരരുത്. നാഥന്റെ നാമം മാത്രം ഈ രാത്രി മുതൽ 4 ദിനം ഉയരണം. ആദിയോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും ഈ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കും. വിടുതലോടെ ഈ രാത്രി കടത്തിവിടും. മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ബൈബിളിലേക്ക് തന്നെ വരട്ടെ. ഈ രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം. കുഞ്ഞു വായിച്ചത് ആമോസിന്റെ പ്രവചനം, അതിൻ്റെ 4, 11, 12 വാക്യങ്ങൾ. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ. 1189 അധ്യായങ്ങളിൽ ഏകദേശം 8620 വാക്യങ്ങൾ പ്രവചനങ്ങൾ. പുതിയ നിയമത്തിൽ ഏകദേശം 260 അധ്യായങ്ങൾ. പഴയ നിയമത്തിൽ 17 പ്രവചനങ്ങൾ. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ. 3 പ്രവചനം വലിയ പ്രവചനം, എസക്കേൽ പ്രവചനം, യെശയ്യാ പ്രവചനം, യിരെമ്യാ പ്രവചനം. അതാ വലിയ പ്രവചനങ്ങൾ. മധ്യ പ്രവചനങ്ങൾ, മിഡിൽ ക്ലാസ് പ്രവചനങ്ങൾ 4. 1 ദാനിയേൽ, 2 സെക്കറിയാവ്, 3 ആമോസ്, 4 ഹോശയ്യ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും തുലോം ചെറിയ പ്രവചനങ്ങൾ പുറകെ ഉണ്ട്. ആ പ്രവചനങ്ങളാണ് ഹബക്കൂക്കുണ്ട്, നഹൂമുണ്ട്, മീക്കയുണ്ട്, യോവേലുണ്ട്, മലാക്കിയുണ്ട്. ഇതെല്ലാം ചെറിയ ഉപദ്യാവ്, ഇതടക്കം ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് രാത്രി വായിച്ചത് ആമോസിന്റെ പ്രവചനം. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിന്റെ പിറകിൽ ഇന്നേക്ക് 2700 കൊല്ലം മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസിനോട് സ്വർഗം പറഞ്ഞ നിത്യജീവന്റെ മൊഴിമുത്തുകൾ 146 വാക്യങ്ങൾ. ആമോസിന്റെ പ്രവചനം 9 അധ്യായങ്ങൾ മാത്രം ഇതിനകത്ത്. അധ്യായം 1 ഇസ്രായേലിന് മേൽ വരുന്ന ന്യായവിധി. അധ്യായം 2 മോവാബിന് മേൽ വരുന്ന ന്യായവിധി. അധ്യായം 3 പാപം നിറഞ്ഞ ഇസ്രായേൽ. 4 ശാസനം നിറഞ്ഞ ഇസ്രായേൽ. 5 അകൃത്യം ഇസ്രായേലിന്റെ പേര്. 6-ാമത്തെ അധ്യായം വരുമ്പോൾ ഇസ്രായേലിനകത്തൊരു വിലാപം. 7 വെട്ടുക്കിളി ഇസ്രായേലിനെ വെട്ടുന്നു. 8 ഒരു കുട്ട പഴത്തിന്റെ ദർശനം. 9-ാമത്തെ അധ്യായം ലോക സംഭവം, കർത്താവിന്റെ വരവിന്റെ നിവർത്തി. ആമോസ് 9:9 അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ലോകജാതികളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ അരിക്കും, ഒരു മണി പോലും ശേഷിപ്പാതെ ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരും. അതാ യഹൂദൻ മടങ്ങി വരുന്നു. ആമോസ് 9:9. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശുദ്ധ ബൈബിളിനകത്ത് യേശുക്രിസ്തുവിനെ പറ്റി 5 ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 അവൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 അവൻ്റെ മരണം, 4 അവൻ ഉയർത്തെഴുന്നേറ്റ്. 5-ാമത്തെ കാര്യം ഉപദേശിമാരും പ്രസംഗിക്കത്തില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതില്ല. 5-ാമത്തെ കാര്യമാണ് നമ്മുടെ പ്രത്യാശ. അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. 4 കാര്യം ഉലകം
കണ്ടെങ്കിൽ അഞ്ചാമത്തെ കാര്യവും അവൻ്റെ മടങ്ങി വരവിനെ ആസ്പദമാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാലാമത്തെ അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ കുഞ്ഞു വായിച്ചു. ശ്രദ്ധയോടെ ഇരിക്കണമേ. സോദോമിൻ്റെയും ഗോമോറയുടെയും മേൽ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്നൊരു കൊള്ളി വലിച്ചെടുക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ വലിച്ചെടുത്തു. എങ്കിട്ടും നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല. ശ്രദ്ധയോടെ ഇരിക്കാം. കടക്കാം യെരൂശലേമിലേക്ക്. ഇന്ന് രാത്രി വരാൻ പോകുന്ന അന്തിമയുദ്ധം യെരൂശലേമിലേക്കാ. കണ്ടു, പീലാത്തോസിൻ്റെ അരമന ഇന്ന് രാത്രി അവിടം കൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. പീലാത്തോസിന് 2 കോടുകൾ. അതിനകത്തെ യൂദപരീക്ഷകൾ നിലവിളിച്ച് ആരോട് പറയുന്നു? പീലാത്തോസിനോട് പറയുന്നു, യേശുവിനെ ക്രൂശിക്കാം, ബറബ്ബാസിനെ വിട്ടുതരിക. പീലാത്തോസിൻ്റെ ഭാര്യ ഒരു കത്ത് ചേട്ടൻ AD 30 ഏപ്രിൽ മാസം യേശുവിൻ്റെ ക്രൂശീകരണം നടന്നതിന് ശേഷം AD 68 മുതൽ അതിനുശേഷം അപ്പോസ്തലന്മാരെല്ലാം കാലപുരി കഴിക്കുന്നു. ആ ഭാഗങ്ങളെല്ലാം ഞാൻ പ്രസംഗിച്ചതാ. AD 68 ടൈറ്റസ് എന്ന രാജാവ്, ഇവിടെ ശ്രദ്ധയോടെ കാര്യം മനസ്സിലാക്കണം, ബൈബിളും ചരിത്രവും. ടൈറ്റസ് എന്ന രാജാവ് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരുന്നു. ടൈറ്റസിനോട് ആരോ പറഞ്ഞു, ഈ ഇസ്രയേലിൻ്റെ ദൈവാലയത്തിൻ്റെ അടിയിൽ പൊൻവെള്ളി പാത്രങ്ങളോ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആഫ്രിക്ക എന്ന ആനയുമായിട്ടാണ് ആക്രമിക്കാൻ വരുന്നത്. അവൻ ഇസ്രയേലിൻ്റെ ആലയത്തിൻ്റെ ബോർഡറിലെത്തിയപ്പോൾ ഒരു വാക്ക് കേട്ടു, അവൻ്റെ അപ്പൻ മരിച്ചുപോയി. ആ സമയത്ത് അവരെല്ലാം തിരിച്ചുപോയി. അന്ന് പള്ളിയിലിരുന്നവർ ഒരു വാക്കോർത്തു. AD 30 യേശു പറഞ്ഞു, മത്തായി 24:1-2, അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവനോട് ആലയത്തിൻ്റെ പണി കാണിച്ചുകൊണ്ട് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ആ പ്രഭാഷണം കേട്ട ചിലർക്ക് പിടികിട്ടി, ടൈറ്റസ് ഇത് തകർക്ക്. അത് കണ്ടിട്ട് യേശുവിൻ്റെ പ്രഭാഷണം കേട്ട ചിലർ 68 ലോകചരിത്രം AD 68 പെല്ല എന്ന് പറയുന്ന ഉയർന്ന മലയിലേക്ക് പോയി. ഇതൊരു പഴയ നിയമത്തിൻ്റെ നിഴലിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാ. അങ്ങനെയെങ്കിൽ ഒരു അന്തിമയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവാലയത്തിൽ ഇരുന്നവർ സിഗ്നൽ കണ്ടിട്ട് പെല്ല എന്ന മലയിലേക്ക് ഓടിയതുപോലെ ഇവിടെ ഒരു അന്തിമയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കുവാൻ രഹസ്യ വരവിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനുശേഷമായി ഇവിടെ അന്തിമ ദിനങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരെ, AD 70 ടൈറ്റസ് തകർത്ത ആലയം ഇസ്രായേൽ ജനം ചിതറുവാൻ തുടങ്ങി. AD 135 ആയപ്പോൾ ലോകത്തിലെ 110 രാജ്യങ്ങളിലേക്ക് അവർ ചിതറി. വചനം ശ്രദ്ധയോടെ ഇരിക്കണം. ഏതാ 110 രാജ്യങ്ങൾ? കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മട്ടാഞ്ചേരിയല്ല, അവിടുത്തെ പണ്ടത്തെ പേര് മാത്തഞ്ചേരി എന്നാ, മാത്തൻ്റെ ചേരി എന്നാ. സ്വോത്രം. പക്ഷേ യഹൂദന് മാത്തൻ എന്ന് പറയാൻ തിരിയാത്തോണ്ടാ മട്ട ആക്കിയത് മട്ടാഞ്ചേരി ആക്കിയത്. പഴയ പേര് മാത്തഞ്ചേരി എന്നാ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകർജി, അദ്ദേഹം മത്സരിച്ചൊരു മണ്ഡലമുണ്ട് മാള. തിരുവനന്തപുരത്ത് നേമത്തും മാളയിലും 2 ജയിച്ച വ്യക്തിയാണ് K. കരുണാകർ. മാള ഏത് പദത്തിൽ നിന്നാണ് വന്നതെന്നറിയാമോ? യഹൂദൻ്റെ പദമാ മായിലാക. ഇരിങ്ങാലക്കുട, കൊരട്ടി, ചാലക്കുടി, അങ്കമാലി ഇവിടെയെല്ലാം ഇന്ന് കിടപ്പുണ്ട്. യഹൂദൻ്റെ വീടുകൾ പൂട്ടിക്കൊടുക്കുന്നു. 110 രാഷ്ട്രങ്ങളിലേക്ക് യഹൂദൻ ചിതറി. ആ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ അവനെ റെഡിയാക്കി. 1 വെട്ടുക്കിളി വെട്ടി, 2 വെട്ടിൽ അവനെ മുറിച്ചു. അത് കഴിഞ്ഞ് പച്ചപ്പുഴു അവനെ നക്കിക്കളഞ്ഞു. തുള്ളൻ അവരെ മുറിച്ച് 2ആയിട്ട് ഒടിച്ചു കളഞ്ഞു. 4 സാമ്രാജ്യത്വങ്ങൾ യഹൂദനെ തകർത്ത് കളഞ്ഞു. ബാബേലും മേദ്യപാർസിയും റോമും ഗ്രീസും തകർത്തപ്പോൾ ആളില്ലാ കാലങ്ങളായി അവർ മാറിക്കഴിഞ്ഞു. അവരുടെ മക്കൾ കൊന്നുകഴിഞ്ഞു. അവരെ പലരും കൊന്നുകഴിഞ്ഞു. പല്ലിയും ചെരുപ്പിൻ്റെ വാറും പാമ്പും ഇതിൻ്റെ തൊലികളെല്ലാം ഭക്ഷിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. 1869 ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവൻ്റെ പേര് തിയോഡർ ഹർസൻ. അവൻ ഈ ഫ്രാൻസിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ യഹൂദനെ കൊല്ലുന്നത് കണ്ടിട്ട് അവൻ നിലവിളിച്ചപ്പോൾ പറഞ്ഞു, യഹൂദനെ കൊന്ന സ്വർഗത്തിൽ പോകും. അവനും ഒരു യഹൂദനായിരുന്നു. 1897 16 പേജുള്ളൊരു ബുക്കിലറ്റുമായി അവൻ ഇസ്രയേലിൽ ഒരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനന്നൊരു സംഘം നിയമിച്ചു, സിയോൺ സംഘത്തിൻ്റെ ചെയർമാനായി ഡോക്ടർ ജെയിം വൈസ്മാനെ നിയമിച്ചു. ബാക്കി അതിവേഗത്തിൽ 1910 മുതൽ 1-ാം ലോക മഹായുദ്ധം ബ്രിട്ടനും ജർമ്മനിയുടെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ബ്രിട്ടനെ ജയിപ്പിക്കുവാൻ വേണ്ടി ബ്രിട്ടനിൻ്റെ ചക്രവർത്തിമാരായിരുന്ന ഡേവിഡ് ലോയൻ ജോർജും പട്ടാള മേധാവി അലൻബിയും ആർതർ ബാൽബോർഡ് ഏൽപ്പിച്ച ശാസ്ത്രജ്ഞന മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ചിയാം വൈസ്മാൻ. ആദ്യം പുള്ളിയാണ് ഗ്രനേഡ് ഉണ്ടാക്കുന്നത്. അതാണ്ട് ഇയ്യോബ് 38, 22, 21 കുഞ്ഞു വായിക്കത്തില്ല. ഹിമത്തിൻ്റെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? പോരും പടയും
പ്രളയമുള്ള നാളിലേക്ക് ഞാൻ വെച്ചു. അങ്ങനെയെങ്കിൽ ജർമ്മനിയെ തകർത്തിട്ട് ബ്രിട്ടൻ കൊടി നാട്ടിയപ്പോൾ ചിയാം വൈസ്മാനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞെ പ്രതിഫലമായി എന്ത് വേണം? ചിയാം വൈസ്മാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ലോകത്തിലെ 110 രാജ്യങ്ങളിൽ കിടക്കുക സാറേ, വീടില്ല, കൂടില്ല, കോളനിയില്ല. അന്നാണ് 1516 മുതൽ ഇസ്രയേലിലെ പലസ്തീൻ അതോറിറ്റിയെ പണിച്ചുകൊണ്ടിരുന്ന തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ബ്രിട്ടന്റെ കയ്യൊപ്പോടുകൂടി ആദ്യമായി അത്തിച്ചടി കൊഴിച്ചു വെക്കുന്നത് 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. മത്തായി 21 വരുമ്പോൾ ദൈവജനം അവൻ ഉലുമലയുടെ താഴ്വാരം എത്തുമ്പോൾ ശിഷ്യന്മാരെ എതിരെയുള്ള ഗ്രാമത്തിൽ ആ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് പ്രഭാതത്തിൽ യേശുവിന് വിശന്നപ്പോൾ അവൻ ഒരു അത്തിയെ നോക്കി, അത്തിക്കകത്ത് യാതൊരു ഫലവുമില്ല. യേശു പറഞ്ഞ് ഇത് ഉണങ്ങിപ്പോകട്ടെ. ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ അവൻ ആദ്യമായി മടങ്ങി വരുന്നത് 917 രാത്രി 11 സെക്കൻഡ്. കേട്ടോ, രാജ്യം കിട്ടിയില്ല, വെറും കോളനി കിട്ടി. ലോകം 2 ചേരിയിൽ 1939 മുതൽ 45 വരെ 2ാം ലോകമഹായുദ്ധം. അന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ പേര് യഹൂദൻ ടിക്കോ ഫെർമി. 2 പത്രോസ് 3:10 കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമിടക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്ത്, ഭൂമിയും അതിലെ സകല വെളിപ്പണികളും വെന്തുപോകും. അതിന്റെ നടുവിൽ ആറ്റത്തെ വിഭജിച്ചു. ആറ്റം വിഭജിച്ചപ്പോൾ അവന്റെ കയ്യൊപ്പോലെ ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. അന്നത്തെ അമേരിക്ക ആറ്റം ബോംബ് 2 അതാ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബിട്ട് 1.5 ലക്ഷം ജപ്പാൻകാർ മരിച്ചപ്പോൾ ജപ്പാൻ കോടി താഴ്ത്തി. ഹാരിയസ് ട്രൂമാൻ എന്ത് ചെയ്തെന്നറിയാമോ? അമേരിക്കക്കാരോട് പറഞ്ഞ്, ഈ യഹൂദനെ ഞങ്ങളെ യുദ്ധം ചെയ്യിപ്പിച്ച് പകരം എന്ത് കൊടുക്കും? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ഞങ്ങൾക്ക് കോളനി കിട്ടി, പക്ഷേ ഞങ്ങൾ ഒരു രാജ്യമായി സാറ് പ്രഖ്യാപിച്ചു തരണം. 45-ൽ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് 5.5 കോടി പേർ മരിച്ചു. 48 മെയ് 14 ഏകദേശം സുന്ദരമായ രാഷ്ട്രം ഇസ്രയേലിന് കിട്ടി. ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അത്തി തളിർത്തു, കൊമ്പിളതായി. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു. ഇവിടെ ആ ലോകമഹായുദ്ധത്തിന്റെ ചാലുകൾ. ഇനിയാ നമ്മുടെ പ്രഭാഷണം. 20,780 കിലോമീറ്റർ മാത്രം ഇസ്രായേൽ. അതിന്റെ നടുക്ക് 673 കിലോമീറ്റർ ഒരു സ്ഥലം കിടപ്പുണ്ട്, ജെറുസലേം. അതിനു വേണ്ടിയാ യുദ്ധം വരുന്നത്. തീർന്നില്ല. ഇതിന്റെ അപ്പുറത്ത്, ഇസ്രായേലിന്റെ അപ്പുറത്ത് 6,780 കിലോമീറ്റർ ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേരാ പലസ്തീൻ. പലസ്തീനോട് ചേർന്ന് 5 പട്ടണം ഉള്ളത്. റമല്ലയുണ്ട്, ജാഫ്ലിയുണ്ട്, അതിനുപോടി ശേഷം ജെന്നിനുണ്ട്, അതിനുശേഷം 4ാമത്തെ പട്ടണം വെസ്റ്റ് ബാങ്ക്. ഇത് മാത്രമാ പലസ്തീൻ. അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിന് വേറൊരു ബോർഡറുണ്ട്. ഇസ്രായേലിന്റെ വേറൊരു ബോർഡറാണ് ആഷ്കലോൺ. അതിന്റെ അപ്പുറത്ത് 340 ചതുരശ്ര കിലോമീറ്ററിൽ 23 ലക്ഷം പലസ്തീൻ അഭയാർത്ഥികൾ പാർക്കുന്ന സ്ഥലമാ ഗാസ. ഗാസയുടെ പ്രത്യേകത 2 കാര്യങ്ങൾ മാത്രം. 2 പട്ടണങ്ങൾ ഗാസയ്ക്കകത്ത്. 1 കാനിയോനിസ്, 2 സഗർ. കഴിഞ്ഞ 40 ദിവസമായി ഈ ഗാസ കത്തിക്കൊണ്ട് നിൽക്കുന്നു. എന്താ ഇതിന്റെ പ്രശ്നം? അതാണ് സ്വർഗം പറഞ്ഞത് ഇസ്രായേലിനോട്, എരിയുന്ന ലോകരാജ്യങ്ങളിൽ സോദോമിന്റെയും ഗോമറയുടെയും മേൽ ഞാനൊരു ഉന്മൂലനാശം വരുത്തി. ആ ഉന്മൂലനാശം വരുത്തിയതിന് ശേഷം അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിൽ 48 മെയ് 14 നിങ്ങളെ കൊണ്ടുവന്നു. എങ്കിലും നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി നാം ഇവിടെ നിൽക്കുമ്പോൾ എന്താ ഗാസ വിഷയം? അതിലേക്ക് കടക്കുന്നത്. ലോകം 2 ചേരിയിലേക്ക് നീങ്ങുന്നു ഇന്ന് രാത്രി. എന്താ ഇതിന് പ്രത്യേക? യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തികൾ ഇവിടെ. ഇന്ന് രാത്രി വർഷവും 9 മാസവുമായി റഷ്യ ഉക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 40 ദിവസമായി ഇസ്രയേൽ പലസ്തീൻ സംഘടനമല്ല, ഇസ്രയേൽ ഹമാസ് പോരാട്ടം. ആരാ ഹമാസ്? ഇനി കേൾക്കണം. 1967 അറബ് ഇസ്രയേൽ വാർ. അന്ന് ഈസ്റ്റ് ജെറുസലേമിനെ പിടിച്ചു. അന്ന് പാലസ്തീന് വേണ്ടി ഒരു അതോറിറ്റി വന്നു. അതിൻ്റെ പേരാ PLOയുടെ തലവനായിരുന്നു യാസർ അറാഫത്ത്. സമാധാനപ്രേമിയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അട്ടൊക്കെ നല്ലായിരുന്നു. അപ്പോൾ അതിനകത്തൊരു വിഘടനവാദി ഗ്രൂപ്പായിട്ട് വന്നതാ ഹമാസിന്റെ പ്രത്യേകത 2 വിങ്ങായി അവർ മാറി. അൽ-അക്സ, അൽ-ഖയ്യൂം. ഇതെവിടുന്ന് തുടങ്ങി? പണ്ട് ഇറാനിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്ന ഹാമാൻ. ആ ഹാമാനി തുടങ്ങിയതാ ഹിസ്ബുള്ളയും ഹമാസും. ആ ഹമാസ ഇന്ന് രാത്രിയും ഇസ്രയേലുമായിട്ട് അക്രമത്തിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തി, 800-ൽ പരം യുദ്ധവിമാനം, ആറ്റം ബോംബുകളുള്ള ഇസ്രായേൽ നിലവിളിക്കുമെന്ന് ബൈബിളിനകത്ത്. ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത്
പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ട ഒക്ടോബർ മാസം 7-ാം തീയതി സൂക്കോത്ത് പെരുന്നാളിൽ ഇസ്രയേലിൽ നടന്നത്. പുറകെ ബൈബിളിലോട്ട് വരാം. യഹൂദൻ്റെ അനവധി പെരുന്നാളുകൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെരുന്നാൾ. മലയാളത്തിൽ കൂടാര പെരുന്നാൾ, സിംചത്തോറ എന്നവർ യഹൂദൻ പറയുന്ന പെരുന്നാളിൽ ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ ലോകത്തിൽ ഞെട്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ കണികൾ വന്നു. ഇസ്രായേൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് വായിക്കാം. ആ സംഭവം ബൈബിളിനകളെയും. ബോർഡറിൻ്റെ അപ്പുറത്തുനിന്ന് ഗാസയിൽ നിന്ന് എത്ര പേർ വന്നു? 3000-ലകം ഹമാസിൻ്റെ പോരാളികൾ, 4000 റോക്കറ്റുകൾ, 1400 കണ്ടില്ലേ? കിടക്കുന്ന ലോകത്തിലെ 4ാമത്തെ ശക്തി, ലോകരാജ്യങ്ങളുടെ പിന്തുണയുള്ള അയൺഡോമും സകലതുമുള്ള ഇസ്രയേലിൻ്റെ മണ്ടയ്ക്ക് ഒക്ടോബർ മാസം 7-ാം തീയതി ബൈബിളിൻ്റെ പ്രവചനം കണ്ടു. കിടക്കുന്നു ഒറ്റ ആക്രമണം ഇസ്രയേലിൻ്റെ പേർക്ക്, യഹൂദിയുടെ നേർക്കൊരാക്രമണം, അരമനകളെ കത്തിച്ച് കളയും. കാര്യം കണ്ടു. ഇന്ന് ഗാസ സ്ട്രിപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾ കേൾക്കണം, പുറകെ വായിച്ചു തരാം. ഗാസ സ്ട്രിപ്പിൻ്റെ പ്രത്യേകത 29 കിലോമീറ്റർ ഗാസയും അഷ്കലോനും അഷ്തോദും, അത് കഴിഞ്ഞ് സദത്ത്, അത് കഴിഞ്ഞ് കിര്യാത് കട്ട്, അത് കഴിഞ്ഞ് ബേർഷബ. ഈ മതിൽ ഒരു നമ്മുടെ പാറശാലയിൽ നിന്ന് ഈ വെള്ളറട റോഡ്, പാറശാല കഴിയുമ്പോൾ നെടുവാൻകുഴ കഴിയുമ്പോൾ പളുകൾ കഴിഞ്ഞാൽ കന്നുമാമൂട് കഴിഞ്ഞാൽ കാരക്കോണം കഴിഞ്ഞാൽ പുലിയൂർശാല കഴിഞ്ഞാൽ പനച്ചുമൂട് കഴിഞ്ഞ് വെള്ളറട. ഈ ഭാഗമേതാ? കേരളം. ഇതിൻ്റെ അപ്പുറമേതാ? തമിഴ്നാട്. നിങ്ങൾ മിണ്ടുന്നില്ല. ഇതുപോലെ ഗാസയുടെ ഒരതിർത്തി 29 കിലോമീറ്റർ. ആരുടെയാ? ഇസ്രയേലിൻ്റെയാ. അവിടെ 5 പട്ടണങ്ങൾ, ഒറ്റ ഗേറ്റ് മാത്രമേ ഉള്ളൂ. ആഷ്കലോനിൽ അന്ന് നടന്ന സംഭവം ഒക്ടോബർ മാസം 7-ാം തീയതി 400 ഹമാസിൻ്റെ പോരാളികൾ, എവിടുത്തെ 400-ൽ പരം എത്ര ഹമാസിൻ്റെ 400 ഇസ്രായേൽ പട്ടാളക്കാരെ തകർത്തുകൊണ്ട് 3000 പോരാളികളും ബൈക്കുകളും അതുപോലെ യുടെ അരമനകളിലകത്തകത്ത് ഒരു തീയയ്ക്കും. അതുപോലെ തന്നെ യെരുശലേമിൻ്റെ അരമനകളെയും തകർത്തുകൾ. ലോകം പോലും ഞെട്ടിപ്പോയി. ഏറ്റവും സെക്യൂരിറ്റി ഉള്ള രാജ്യം, ലോകരാജ്യങ്ങൾ പേടിക്കുന്ന രാജ്യം, മൊസാദ് എന്ന ചാരസംഘടനയുള്ള രാജ്യം, അവനെ ഞെട്ടിച്ചുകൊണ്ട് ആമോസിൻ്റെ പ്രവചന പ്രകാരം ഒരു നിവർത്തി ഇവിടെ തുടങ്ങി. ഇത് അന്തിമ യുദ്ധമല്ല. അത് ആമോസ് പറഞ്ഞ ഇസ്രായേലെ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എങ്കിലേക്ക് മടങ്ങി വരാത്ത യഹൂദജനം ഞാൻ എന്ന സർവശക്തനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഇവിടെ ഒരു കാലം വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ബൈബിളിനകത്ത് 4 പ്രവചനങ്ങൾ ഇവിടെ നിവർത്തിക്കൊണ്ടിരിക്കുന്നു. ആ സംഘടനത്തിൻ്റെ പേര് ഇസ്രായേൽ പലസ്തീനല്ല, ഗാസ ഇസ്രായേൽ സംഘടന. വായിച്ചു തുടങ്ങാം. ഇന്ന് നിങ്ങളുടെ പത്രത്തിൽ കാണുന്ന വാർത്തകൾ മുഴുവൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ആമോസിൻ്റെ പ്രവചനം 1:6-7. ബൈബിളുള്ളവരെല്ലാം തുറന്നാട്ട് നിങ്ങൾ ബൈബിൾ കറക്റ്റായിട്ട് കൊണ്ടുവരണം. സ്വോത്രം. കുഞ്ഞ് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുക, ഇവിടുത്തെ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും. സ്വോത്രം. ഇന്ന് നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഡേറ്റ ഇത് തരുന്ന ആരാന്നറിയാമോ? ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം തരുന്ന BSNL ഒന്നുമല്ല. ഇത് തരുന്ന ആരാന്നറിയാമോ? ഇസ്രയേലിൽ ഇന്ന് ഹെഡ് ഓഫീസുള്ള 3 കമ്പനികൾ. 1 IBM, 2 മൈക്രോസോഫ്റ്റ്, 3ാമത്തെ കമ്പനി ഇൻഡൽ. ഈ 3 കമ്പനികളാണ് ഇതെല്ലാം തരുന്ന ഇസ്രയേലിനകത്ത്. എൻ്റെ പൊന്ന് ചേച്ചി ചേട്ടാ, യവന് പണ്ടേ സ്ഥിരബുദ്ധിയില്ലാത്തവനാ. യവൻ വെള്ളറടയിലെ ട്രാൻസ്ഫോമർ ഫീസ് ഊരുന്നത് പോലെ ഫീസ് ഊരിയ നമ്മുടെ മൊബൈലിനകത്ത് വാട്സപ്പും കാണത്തില്ല, യൂട്യൂബും കാണത്തില്ല, ഫേസ്ബുക്കും കാണത്തില്ല, എല്ലാം പോകും. സ്വോത്രം. കണ്ടില്ലേ? മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ചേച്ചിമാരുടെ പ്രത്യേക നിങ്ങൾ വീട്ടിൽ നിന്ന് അലമാരി അതുപോലെ വാഷിംഗ് മെഷീനും ഒക്കെ കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാട്ട് പുസ്തകം ഇട്ടേക്കണം. പെങ്കൊച്ച് അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് പാട്ട് പാടാൻ നോക്കിയാൽ മൊബൈലിൽ ഞെക്കിയപ്പോൾ വന്നന യേശു വരെയില്ല, എല്ലാം കട്ടായി കിടക്കുന്നത്. അവിടെ ഉള്ളവർ പറയും ഇവള് പള്ളിയിലും പോയിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന്. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് 2 പാട്ട് പുസ്തകം ചേച്ചിമാർ വെച്ചേക്കണം. കുഞ്ഞുങ്ങൾ സ്വോത്രം കെട്ടിച്ചു വിടുമ്പോൾ. അത് മാത്രമല്ല ബൈബിള്. സ്വോത്രം. നമ്മുടെ സഹോദരന്മാരിപ്പം ബൈബിൾ എന്താണെന്നറിയാമോ? പലരും പിടിക്കാറില്ല. ഞങ്ങളുടെ ഉപദേശിമാർ ബൈബിള് മറന്ന കാലം ഇപ്പം മൊബൈലിലാണ് നിൽക്കുന്നത് കേട്ടോ. ൂട്ടിന്ന് വന്ന് ആക്രി എടുക്കാൻ വന്ന പയ്യനെ വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ അച്ചായ ബൈബിള് വിറ്റ് കാശ് മേടിക്കല്ലേ. അവസാനം എന്താണെന്നറിയാമോ? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ഇൻ്റർനെറ്റ് എല്ലാം കട്ടായ ബൈബിളും ഇല്ല, പാട്ടൂസും ഇല്ല. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് വചനം കിട്ടാത്തൊരു കാലം ഇവിടെ വരാറായി. പണ്ടേ അവന് ആൾ കുഴപ്പക്കാരനായവൻ സൂര്യ കാര്യം പോയി. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ദൈവമക്കൾ വീട്ടിനകത്ത് ഒരു ബൈബിളും 2 പാട്ടൂസവും വെച്ചേക്കണം. അത് മാത്രമല്ല പഴയ ഫോണുകളെടുത്ത് വിറ്റുകളയുകയും ചെയ്യരുത്. ഈ മൈക്രോസോഫ്റ്റിൻ്റെ സംവിധാനവും ഇൻ്റലിൻ്റെ സംവിധാനവും അത് കഴിഞ്ഞിട്ട് ബാക്കി
വാട്സപ്പും മെസ്സഞ്ചറും ഇല്ല. പണ്ടത്തെ നമ്മുടെ ലൊടുക്ക് പോണാ നല്ലത് ടവർ വഴി കലോ അടിക്കാനായിട്ട്. അതും വിറ്റ് കാശാക്കിയായിരുന്നു. ബാറ്ററി ഊരി എവിടെങ്കിലും മൈക്രോസോഫ്റ്റ്, യൂട്യൂബ്, വാട്സപ്പ്, ട്വിറ്റർ ഇതെല്ലാം ഇസ്രയേലിലെ ഓപ്പറേറ്റ് ചെയ്യുന്ന അവന് തലയ്ക്കൊരു വശം വെളിവില് നമ്മുടെ ഇലക്ട്രിക് ലൈനിൽ മൂലമറ്റത്ത് പീസ് വരുന്ന ഒരു ഊരൊക്കെ ഊരിയ എല്ലാം തീർന്നു. സ്വോത്രം എല്ലാം ശരിയാകും. അതുകൊണ്ട് ബൈബിൾ ആരും കളയരുത്, കാര്യങ്ങൾ മനസ്സിലാക്കണം. പാഠപുസ്തകം അതുകൊണ്ടാണ് ക്ലിയറായിട്ട് ഞാൻ പറയുന്നത്. ആമോസിന്റെ പ്രവചനം 1:6 വാക്യങ്ങൾ. ഇനി പത്രവാർത്തയുമായി ഇന്നത്തെ ലോക സംഭവങ്ങൾ ബൈബിൾ. ആമോസിന്റെ പ്രവചനം 1:6-7. സംഘടന ഗാസ ഇസ്രയേൽ 1200 ഫലസ്തീൻകാർ അന്ന് മരിച്ചു. നമ്മുടെ പെങ്കൊച്ച സൗമ്യ സന്തോഷ് ഗാസയിൽ നിന്ന് വന്ന ാമത്തെ അതിക്രമം 4 കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസം 7-ാം തീയതി 5ാമത്തെ അതിക്രമം തുടങ്ങി. അങ്ങനെയെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഇവിടെ. ഗാസയുടെ 3-4 അതിക്രമ നിമിത്തം. മോള് വായിച്ചാട്ട് അടുത്ത വാക്ക് വായിക്കാം. അവരെ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ട്. അതാ ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി രാവിലെ ഇസ്രയേലിനകത്ത് അവർ കുതിച്ചു കയറിയപ്പോൾ 1400 പേരെ കൊന്നു കഴിഞ്ഞിട്ട് കുറച്ചു പേരെ പിടിച്ചുകൊണ്ടുപോയവരെ വിട്ടിട്ട് ഇന്ന് രാത്രിയും ഏദോമിന്റെ കസ്റ്റഡിയായ അറബ് ലീഗിനോടനുബന്ധിച്ചുള്ള ഗാസയുടെ സ്ട്രിപ്പിനകത്ത് യഹൂദനെ പിടിച്ച് അവിടെ ബന്ധിച്ചിരിക്കുമെന്ന് ബദ്ധന്മാരെ കൊണ്ടുപോയിരിക്കുന്നു. വായിച്ചാട്ടെ അടുത്ത വാക്ക്. ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുന്ന അടുത്ത വാക്ക്. ഞാൻ ശിക്ഷ മടക്കി കളകയില്ല. അതുകൊണ്ടാ 40 ദിവസമായിട്ട് അടി നടക്കുന്ന ഈ ശിക്ഷ മടക്കി കളയത്തില്ല. അടുത്ത വാക്ക്. ഞാൻ ഗസയുടെ മതിലിനകത്ത് എല്ലാം കണ്ടില്ലേ? ഗാസ തീകോളം കരമുയർത്തിയാട്ട്. ഇന്ന് രാത്രി മലയങ്കാവിലിരിക്കുന്ന സഹോദരങ്ങളെ, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഇന്നേക്ക് 2700 കൊല്ലം മുമ്പ് തെക്കോവയിലെ ആട്ടിടയന ആമോസിനോട് സ്വർഗം പറഞ്ഞു, കണ്ടോ ഗാസ ഒരു തീകോളമാകും. ഇന്നത്തെ മനോരമയ്ക്കകത്ത്, നിങ്ങളുടെ വീട്ടിൽ വരുന്ന മാതൃഭൂമിക്കകത്ത്, ഏഷ്യാനെറ്റിനകത്ത്, 24-നകത്ത് ഹെഡിങ് ഗാസ. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഇന്ന് രാത്രി മലയങ്കാവേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അടുത്ത വാക്യം വായിച്ചിട്ട് മോളെ, അടുത്ത വാക്യം വായിച്ചാട്ടെ. അടുത്തതോടെ അതുകൊണ്ട് വായിക്കാം. അടുത്ത വാക്യം ക്ലിയർ ആയിരിക്കണം. ഒരു ബൈബിൾ കോളേജിൽ ക്ലാസ് എടുക്കുന്നവർ ഇന്ന് രാത്രി എടുത്തുകൊണ്ടേ പോകാൻ പറ്റും. അടുത്ത വാക്ക് വായിച്ചാട്ടെ മക്കളെ, വായിക്കാം. അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഗാസയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ? സ്കൂള്, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സെന്റർ, ഓഫീസ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഗാസയിൽ 4 ആശുപത്രിയുണ്ട്. ഒരാശുപത്രി പൂർണ്ണമായിട്ട് അവൻ കയ്യേറി. അൽ ഷിഫ ഹോസ്പിറ്റൽ. കരം ഉയർത്തണം. ഇതൊക്കെ കേട്ടോ മക്കളെ? അതിൻ്റെ അണ്ടർഗ്രൗണ്ട് വരെ അവയിളക്കി. കണ്ടോ? ഗാസയുടെ അരമനകളെ, സ്കൂള് തകർക്ക്, ആശുപത്രി തകർക്ക്, അൽ ജസീറയുടെ ടെലിവിഷൻ തകർക്ക്, മാധ്യമ പ്രവർത്തകരെ കൊല്ലും. ഗാസയ്ക്കകത്ത സകല കാര്യങ്ങളും ഇസ്രയേൽ തകർക്കുമെന്ന് ബൈബിളിന്റെ അരുളപ്പാട്. അടുത്ത വാക്ക് വായിച്ചട്ടെ. ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്ന അതാ പട്ടാളക്കാരെ ഛേദിച്ചു കളയും. കേട്ടോ? ഇസ്രയേലിന്റെ ബോർഡർ നിങ്ങൾക്കറിയാം. ഇവിടുന്ന് പുലിയൂർശാലയിലോട്ട് പോകുമ്പോൾ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പുലിയൂർശാല. അതുപോലെ ഇസ്രയേലിന്റെ ചെക്ക് പോസ്റ്റ് അസ്കലോൻ. അത് കഴിഞ്ഞാൽ എക്രോൻ എന്ന് പറഞ്ഞ ആദ്യ സ്ഥലം നേരെ ഗാസയാ. ഈ ഗാസയിലോട്ട് കയറുന്നിടത്ത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് പോലെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും 400 പട്ടാളക്കാരാ അവിടെ കാണുന്നത്. കൂടാര പെരുന്നാൾ ആയതുകൊണ്ട് 360 പേർ ലീവിന് പോയി. വെറും 40 പേരുള്ളപ്പോഴാ രാവിലെ 7:30 മണി സമയത്ത് ഗാസയിൽ നിന്ന് പോരാളികൾ വന്നത്. അതാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അഷ്കലോനിൽ ചെങ്കോൽ പിടിക്കുന്ന വാളുമായിട്ട് നിന്ന പട്ടാളക്കാരൻ നിഷ്കരുണം ഹമാസുകാർ കൊന്നുകളഞ്ഞു. കരമുയർത്തിയാട്ടെ. കണ്ടോ? അഷ്കലോനിൽ ചെങ്കോൽ പിടിക്കുന്നവരെ ഞാൻ ഛേദിച്ച് കളയും. എത്ര ക്ലിയറാ ബൈബിളിന്റെ പ്രവചനം. അതാ സംഭവിച്ചത്. അടുത്ത വാക്ക്. മധ്യാഹ്നത്തിൽ റോക്കറ്റ് അഷ്കലോൻ അഷ്തോദിൽ വരും. അടുത്ത വാക്ക് വായിച്ചട്ടെ.
എന്റെ കൈ എക്രോന്റെ നേരെ തിരിക്കും. ദാണ്ട ഇന്ന് അതാ നടക്കുന്നത്. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കയറുമ്പോഴേ പുലിയൂർശാല കഴിഞ്ഞ് ദാണ്ട പനച്ചുമൂടിലോട്ട് കയറുന്നത് ഗാസയിൽ കയറുന്ന ആദ്യത്തെ ബസ് സ്റ്റോപ്പിന്റെ പേരാ എക്രോൻ. ആദ്യത്തെ അടി എക്രോനിൽ തുടങ്ങി. എക്രോൻ തുടങ്ങിയിട്ട ഇന്ന് കരപ്പട്ടാളം, ഇസ്രയേലിന്റെ കരപ്പട്ടാളം ഗാസയുടെ സിറ്റിക്കകത്ത് കടന്നത്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. മലയൻകാവേ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് തീർന്നില്ല. രണ്ടാമത്തെ ഇസ്രയേലും ഗാസയുമായിട്ടുള്ള വിഷയം വായിക്കാം. യിരെമ്യാ പ്രവചനം 47-ന്റെ 5, 6, 7 വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 47-ന്റെ 5, 6, 7. 47, 5, 6, 7 വായിക്കാം. യിരെമ്യാ പ്രവചനം 47-ന്റെ 5, 6, 7 വാക്യങ്ങൾ. ഗാസ ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അപ്പൊ ചിലർ വിചാരിക്കും ഗസയിലുള്ള ആൾക്കാരെ തലമുടി മുട്ട അടിച്ചെന്ന്. മലയാളമാ ഹമാസിന്റെ ലീഡർഷിപ്പിനെ മുഴുവൻ ഇസ്രായേൽ കൊല്ലും. കണ്ടോ, ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു ലീഡർഷിപ്പിന്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ യുദ്ധം നിർത്താൻ പറഞ്ഞിട്ടവൻ നിർത്തുന്നോ? അമേരിക്ക പറഞ്ഞ് ചേട്ടാ ഒന്ന് നിർത്താം, മിണ്ടിപ്പോവരുതെന്ന് പറഞ്ഞു. സ്വോത്രം. നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടവൻ നിർത്തുന്നില്ല. ഹമാസിന്റെ ലീഡർമാരെ ബങ്കറിനകത്ത് പോയി സകലത്തെയും കൊന്നിട്ടേ അവന് യുദ്ധം നിർത്തത്തുള്ളൂ. സ്വോത്രം. അവൻ ചെറിയ പുള്ളിയല്ല എന്ന് രാത്രി മനസ്സിലാക്കണം. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അഷ്കലോൻ മുടിഞ്ഞുപോയി. ഇസ്രായേലിന്റെ ആദ്യത്തെ ബോർഡറാ അഷ്കലോൻ. അതാ മലയാളി പെങ്കൊച്ചുങ്ങൾ അപ്പച്ചനെ അമ്മച്ചിമാരെ നോക്കിയതുമായിട്ട് എല്ലാമായിട്ട് ആംബുലൻസിനായിട്ട് ജീവനും കണ്ട് ഓടി. കണ്ടില്ലേ? നിങ്ങളുടെ പത്രം ഒന്ന് വായിക്കണം. അതിനകത്ത് കണ്ടില്ലേ മലയാളി പെങ്കൊച്ചുങ്ങൾ വീട്ടിൽ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ആംബുലൻസ് കയറ്റി അഷ്കലോൻ ശൂന്യമാക്കി. അവിടെ ഒരു പണി ഇനി നടത്തത്തില്ല. അടുത്ത വാക്ക് അഷ്തോദ്. വായിച്ചാട്ട് മോളെ അടുത്ത വാക്ക്. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. എത്രത്തോളം ഈ യുദ്ധം ഇങ്ങനെ മുറിവേൽപ്പിക്കും. അടുത്തത് അയ്യോ യഹോവയുടെ വാളേ, യഹോവയുടെ വാളേ, നീ എത്ര ഇടയ്ക്ക് വരും അടി തീരുമ്പോൾ. രണ്ടാമത്തെ ഭാഗം ഗാസ ഇസ്രായേൽ. മൂന്നാമത്തെ ഭാഗം വായിക്കാം. ബൈബിളിനകത്തുണ്ട്. സെഫന്യാവിന്റെ പ്രവചനം 2, 4, 5, 6. ഇന്ന് നടക്കുന്ന പശ്ചിമേഷ്യയിലെ സംഭവമായി കുഞ്ഞു വായിക്കുന്നത്. സെഫന്യാവിന്റെ പ്രവചനം 2, 4, 5, 6 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഗാസ വീണ്ടും വായിച്ചോ. സെഫന്യാവ് 2-ാം അധ്യായം 4, 5, 6 വായിച്ചാട്ടെ. ഗസ നിർജ്ജനമാകും. കിടക്കുന്ന ഗാസ നിർജ്ജനമാകും. ഇതെങ്കിലും കേട്ടിട്ട് പെന്തിക്കോസുകാർ കൈ ഉയർത്തണം. ദാണ്ട ഇസ്രയേലിന്റെ വിമാനം ഗാസയെ കൊണ്ടുവന്ന് പേപ്പർ ഇട്ട് കൊടുത്ത് എല്ലാവരും നടന്നു പൊക്കോളാം. കണ്ടില്ലേ? നിങ്ങളുടെ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? അപ്പൻ, അമ്മ, മക്കൾ വീൽ ചെയറിനകത്ത്, തലയ്ക്കകത്ത് പെട്ടിയും പ്രമാണം കൂടും കുടുക്കയായിട്ട് ഗാസയ്ക്കകത്ത് ലക്ഷങ്ങൾ മാർച്ച് ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കണ്ടെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയ പ്രവചനം നിവർത്തിയായി. മാനുമില്ല, മാഞ്ചാതിയില്ല, ഇസ്രയേലിന്റെ പട്ടാളം മാത്രം ഇന്ന് തെക്കൻ ഗാസ കയ്യേറിക്കഴിഞ്ഞു. പലസ്തീന്റെ ഗാസ സ്ട്രിപ്പ് ഇന്ന് നിർജ്ജനമായി കഴിഞ്ഞു. ജനം എവിടൊക്കെ ഓടിക്കഴിഞ്ഞു. ഗാസ നിർജ്ജനമാകും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അഷ്കലോൻ ശൂന്യമാകും. അതാ മലയാളി നേഴ്സുമാർ അമ്മച്ചിമാരെയും കൊണ്ട് ഓടി അവിടെ രാത്രി സൂപ്പർനോവ പാർട്ടി നടത്തിയ പെങ്കൊച്ചുങ്ങളെ മൊത്തം വെടിവെച്ച് കൊന്നു. തീർന്നില്ല. അതിനുശേഷം ട്രക്കിനകത്ത് കയറ്റി കഴുത്തറത്ത് കൊന്നു. ഗർഭിണിയുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്തു. ഇതെല്ലാം ചെയ്യും അഥവാ ഹമാസിന്റെ പോരാളികൾ. അതുകൊണ്ട് അഷ്കലോനും ഗസയും തങ്ങളിൽ ഏറ്റവും വലിയ സംഘടന വരും. അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. അടുത്ത വാക്ക്. അസ്തോദിനെ അവർ മധ്യാഹ്നത്തിൽ നീക്കിക്കളയും. അതുകൊണ്ട് ആ ഉച്ചയ്ക്ക് ദാണ്ട റോക്കറ്റ് വരും. കീ നടിക്കും. അന്നേരം ഇസ്രായേലി സൈറൻ പെങ്കൊച്ചുങ്ങളെല്ലാം ബങ്കറിനകത്ത് ഓടിപ്പോകും. അസ്തോദിനെ മധ്യാഹ്നത്തിൽ നീക്കിക്കളയും. ഉച്ചയ്ക്ക് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് റോക്കറ്റ് വരുമെന്ന് ഞങ്ങളുടെ ബൈബിളിനകത്ത് 4000 റോക്കറ്റുകൾ ആദ്യ ദിവസം അവർ അടിച്ചത്. അടുത്ത വാക്ക് വായിച്ച. നിർമൂലനാശം വരും. ഗാസയുടെ ആദ്യം കയറുന്ന ചവിട്ടുപടിയായ എക്രോൻ. ദാണ്ട പുലിയൂർശാല തോലടി കഴിഞ്ഞ് ബോർഡർ കയറുന്ന പോലെ ആദ്യത്തെ ചവിട്ടുപടിയായ എക്രോനെ അവർ ആദ്യം അടിച്ചു നിരത്തും. എന്നിട്ട് ആ കരപ്പട്ടാളം ഗാസയ്ക്കകത്ത് മാർച്ച് ചെയ്ത് കയറിയത്. അടുത്ത വാക്ക് ക്ലിയർ വായിച്ചോ. അടുത്ത വാക്ക്. സമുദ്രതീര നിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. അതാ കിടക്കുന്ന ചെങ്കടൽ, നൈൽ നദി, മെഡിറ്ററേനിയൻ, പിന്നെ യൂഫ്രട്ടീസ് എല്ലാം കിടക്കുന്ന ജാതികൾ നിലവിളിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പറയുന്നു യുദ്ധമൊന്ന് നിർത്തിത്തരാൻ. മിണ്ടുന്നില്ലല്ലോ. ഇറാഖ്
പറയുന്നു, ഇറാൻ പറയുന്നു, ഈജിപ്റ്റ് പറയുന്നു, ജോർദാൻ പറയുന്നു, സിറിയ പറയുന്നു. തൽക്കാലം 4 മണിക്കൂർ ഇപ്പോൾ ഒരു വെടിനിർത്തൽ. യവൻ യുദ്ധം നിർത്തത്തില്ല. യവനൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ അത് നിവർത്തിച്ചിട്ടേ മാറത്തോളൂ. അവൻ ചെറിയ പുള്ളിയല്ല. 4ാമത്തെ കാര്യം കൂടെ സെക്കറിയ പ്രവചനം, അതിനകത്ത് 4 പ്രവചനങ്ങളാ. ഗാസ നിങ്ങൾക്കറിയാമോ? പണ്ട് ശിംശോൻ എന്ന് പറയുന്ന ഒരുത്തന് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കണ്ണ് പൊട്ടിച്ചതാ ഗാസ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവസാനമായി ഫെലിസ്തീൻ അവരെ തകരാക്കാൻ ശ്രമിച്ചപ്പോൾ ശിംശോൻ ഒരു പ്രാർത്ഥനയോടെ സ്വർഗത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. എന്താ പ്രാർത്ഥിച്ചത്? അവനെ ബന്ധിച്ച ചണനൂലുകളെങ്കിലും കർത്താവെ ഒന്ന് അഴിച്ചു തരണമെന്ന്. സ്വോത്രം. അവസാനമായി അവന്റെ പ്രാർത്ഥന കേട്ടു സ്വർഗത്തിലെ ദൈവം. അഥവാ ഫെലിസ്തീർ ബന്ധിച്ച ചണനൂലുകളെ തകർത്ത സ്ഥലമാ ഗാസ. കണ്ടോ? സാധാരണ സംഭവമല്ല ബൈബിളുമായിട്ട്. ദാഗോന്റെ ക്ഷേത്രമടക്കം നിൽക്കുന്ന ഗാസ. ഇനി അടുത്ത കാര്യം സെക്കറിയ 9:5-6 വാക്യങ്ങൾ വായിച്ചട്ടെ. അടുത്ത വാക്യം. അതുകൊണ്ട് ഭയപ്പെടും. ദാ കിടക്കുന്ന ലോക ചരിത്രത്തിൽ ആദ്യമായി ഊറ്റം കൊണ്ട് ലോകരാജ്യങ്ങളുടെ നിറകയും മൊസാദ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ സംഘടന, ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തി, സമ്പത്തിനകത്ത് ഏറ്റവും വലിയ രാജ്യം, അത്തിതളിർത്തു കൊമ്പിളതായി സകല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യം അഷ്കലോൺ എന്ന് പറയുന്ന പട്ടണം ഒക്ടോബർ മാസം 7-ാം തീയതി എന്താ സംഭവിച്ചത്? അത് ശൂന്യമായി പോയി. 1400 ഇസ്രായേൽക്കാരെയും പെൺകുട്ടികളെയും പട്ടാളക്കാരെയും പച്ചയ്ക്ക് വെടിവെച്ചുകൊണ്ട് ജനം നിലവിളിക്കുന്ന ഒരു കാഴ്ച. ഇസ്രായേൽ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയെങ്കിൽ ഇതിന്റെ വലിയ സംഭവം ഇതിന്റെ പുറകെ വരാൻ പോകുന്നു. അഷ്കലോൺ ശൂന്യമായി പോകും. അടുത്ത വാക്ക് ബൈബിളിന്റെ പ്രവചനം വായിക്കാൻ കുഞ്ഞ. അടുത്ത വാക്ക്. കണ്ട ഏറ്റവും വിറയ്ക്കും. പലസ്തീൻ അതോറിറ്റി കരയിട്ട് ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഗാസ മുൻപിൽ നടന്ന വലിയ അക്രമം അവർ റെഡിയാക്കും. എക്രോൻ അത് കണ്ട് വിറയ്ക്കും. കണ്ടു? യുദ്ധം ഇന്നൊന്നും തീരത്തില്ല. യുദ്ധം അവൻ തീർക്കത്തില്ല. 1400 ഇസ്രായേലുകാരെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാനും യുദ്ധം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആള്. കുഞ്ഞുങ്ങൾ മരിക്കുന്നു, നിരപരാധികൾ മരിക്കുന്നു, പലരും മരിക്കുന്നു. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്കും ബോംബ് വീഴുന്നു. പക്ഷേ യഹൂദൻ വിടത്തില്ല. ഒരു യഹൂദനെ കൊന്നാൽ അവരെ റിവേഴ്സ് 10. 1400 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ 14,000 പേര് മരിക്കുമ്പോൾ അവൻ യുദ്ധം നിർത്തും. അതാ അവൻ്റെ കണക്ക്. സ്വോത്രം. ഇന്ന് യുദ്ധം നിർത്തണമെന്ന് എല്ലാവരും പറയുന്നു. ചാനലിനകത്ത് പറയുന്നു യുദ്ധം നിർത്തണമെന്ന്. UN ജനറൽ സെക്രട്ടറി പറയുന്നു യുദ്ധം നിർത്തണമെന്ന്. UN ജനറൽ സെക്രട്ടറി പറഞ്ഞാലൊന്നും യുദ്ധം നിൽക്കത്തില്ല. നാട്ടുകാർ മനസ്സിലാക്കണം. UN ജനറൽ സെക്രട്ടറി യുദ്ധം നിർത്താൻ പറഞ്ഞപ്പോൾ ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണെന്നോ? നീ മര്യാദയ്ക്ക് ഇരുന്നില്ല, നിന്റെ കസേരയിൽ നിന്ന് ഞങ്ങൾ ഇളക്കുമെന്ന്. സ്വോത്രം. ആരാ? അമേരിക്കയും ഇസ്രായേലും പണം കൊടുത്തിട്ട UN ജനറൽ സെക്രട്ടറി എന്തോ ഇന്ന് ചാപ്പാട് കഴിക്കുന്ന. സ്വോത്രം. നമ്മുടെ കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെതിരെ ആരോപണം വരുമ്പോൾ ഏഷ്യാനെറ്റ് എല്ലാവരും മുഖ്യമന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രി മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോ. സ്വോത്രം. അന്നേരം അവർ പറയും മുഖ്യമന്ത്രി വാ തുറക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഏഷ്യാനെറ്റുകാരൻ ഡൽഹി വിളിക്കും. ഈ സീതാറാം യെച്ചൂരിയെ പാർട്ടിയുടെ സെക്രട്ടറി പുള്ളി ഒന്ന് സമീപിക്കുക. ഉടനെ സീതാറാം യെച്ചൂരി രാവിലെ ഓഫീസ് വരുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ലേഖനം വിളിച്ചുകൊണ്ട് സാർ മോസ്റ്റ് പ്രോബ്ലംസ് അൺഎക്സ്പെക്റ്റഡ് അലിഗേഷൻസ് കം ടു കേരള ഗവൺമെൻറ് മിസ്റ്റർ പിണറായി വിജയനെതിരെ ഒരുപാട് ആരോപണം വരുന്നു. സാർ ഒരു മറുപടി പറയും. ഉടനെ എന്താണെന്നറിയോ? സീതാറാം യെച്ചൂരി പറയും നത്തിങ് ഐ സേ. ഞാൻ മിണ്ടിയല്ല. കാര്യം എന്താണെന്നറിയോ? പിണറായി ഇവിടുന്ന് കാശ് അയച്ചു കൊടുത്തിട്ട് ആ പുള്ളി മുണ്ടും തുണിയും മേടിക്കുന്ന. പിന്നെ പുള്ളിയെ വല്ലതും പറയാൻ പറ്റുമോ? സ്വോത്രം. അതുപോലെ UN സെക്രട്ടറി ജനറൽ ഇന്നിരിക്കുന്ന അന്തോണീസ് കുട്രാസും അദ്ദേഹത്തിന് ഉപ്പും മുളവും ചാപ്പാടും മേടിക്കാൻ പൈസ കൊടുക്കുന്ന ഇസ്രായേലാണ്. സ്വോത്രം. അതുകൊണ്ടാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞ മര്യാദയ്ക്ക് നീ ഇരുന്ന് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ കസേര ഞങ്ങൾ ഇളക്കുമെന്ന്. സ്വോത്രം. ആ കാര്യം മനസ്സിലായോ? ആര് പറഞ്ഞാലും അവൻ യുദ്ധം തീർക്കത്തില്ല. 40 ദിവസമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം 2 ചേരിയിലേക്ക് നീങ്ങുമോ? അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. എക്രയും ഗാസയും എക്രോനും ശൂന്യമാകും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. കണ്ട് ഏറ്റവും വിറയ്ക്കും. അടുത്ത വാക്ക്. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. അറബ് ലീഗിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നു. അറബ് ലീഗ് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം അവർ കൂടിയില്ലേ? സൗദി അറേബ്യയിൽ എത്ര പേര് കൂടി? 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൂടി. നിങ്ങൾ കണ്ടു. 1 ഹമാസിൻ്റെ മീറ്റ്, 2 ഇസ്ലാമിക് മീറ്റ്. എല്ലാവരും വിചാരിച്ച് ഇസ്രായേലിൽ നിന്ന് എന്തെങ്കിലും ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. സ്വോത്രം. അതിൻ്റെ തലേന്ന് ഇസ്രായേൽ പറഞ്ഞ് ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ എല്ലാം ഞങ്ങൾ തീർക്കുമെന്ന്. സ്വോത്രം. സൗദി കയറുന്നതിന് മുമ്പിട്ട് തലേന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരെയും ഞങ്ങൾ ശരിയാക്കുമെന്ന്. സ്വോത്രം. ഇന്ന് രാത്രി സംഭവങ്ങൾ വളരെ അവനറിയാം. അതുകൊണ്ടാണ് പറഞ്ഞ് അവരവിടെ കൂടിയിട്ട് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അടുത്ത വാക്ക് വായിച്ചോട്ടെ മക്കളെ.
ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. ദാ കിടക്കുന്ന ഹമാസിന്റെ ഡെഡ് ബോഡി വണ്ടി താൽക്കാലികമായി വെടിനിർത്തിയാലും ഇത് ആസൂത്രണം ചെയ്ത രാജ്യങ്ങളെ അവൻ അടിക്കാതിരിക്കത്തില്ല. അവൻ അങ്ങനെയുള്ളൊരു പുള്ളിയാ. സ്വോത്രം. എനിക്കൊരു ഭയമുണ്ട്. ഞാൻ ഈ ചാനലിൽ കൂടെ പോയാലും കുഴപ്പമില്ല. ഖത്തറിനകത്ത ഹമാസിന്റെ കേന്ദ്ര ഓഫീസ്, അവൻ ഖത്തറിനെ വേണമെങ്കിലും അടിക്കാൻ സാധ്യതയുണ്ട്. യഹൂദനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. 1993 അമേരിക്കയിലെ ബിൽ ക്ലിന്റൺ നല്ല ഭരണാധികാരിയായിരുന്നു. ഫലസ്തീൻ്റെ PLO നേതാവ് യാസർ അറാഫത്തിന്, അത് കഴിഞ്ഞിട്ട് വേറെ ആരെയും വിളിച്ചെന്നറിയാമോ? പിന്നെ ഇസ്രയേലിലെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോണിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അനിയ നമുക്ക് ഒരുമിച്ച് നമ്മൾ അബ്രഹാമിൻ്റെ മക്കളല്ലയോ എന്നും കടന്ന് വഴക്കുണ്ടാക്കാര്, യുദ്ധം ഉണ്ടാക്കാര്. അതുകൊണ്ട് ബൈബിളൊക്കെ എടുത്ത് യാസർ അറാഫത്തിൻ്റെ മുമ്പിൽ വെച്ച് പിന്നെ അതന്യാഹമിൻ്റെ ഏരിയൽ ഷാരോണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു കരാർ ഒപ്പിടാൻ പറഞ്ഞു. ഇനി ഞങ്ങൾ അടി ഉണ്ടാക്കത്തില്ല. ഉടനെ അവർ രണ്ടുപേരും കരയും കൊടുത്ത് കട്ടൻ ചായ കുടിച്ച് ഞങ്ങൾ അടി ഉണ്ടാക്കത്തില്ല. ബിൽ ക്ലിന്റൺ പറഞ്ഞു ഇനി അവരെല്ലാം നല്ല സന്തോഷത്തിൽ ജീവിക്കുകയാണ്. 4-ാം ദിവസം അവർ രണ്ട് വഴിക്ക് പോയി. 8-ാം ദിവസം പലസ്തീൻ്റെ മണ്ടയ്ക്ക് വീണ്ടും ഇസ്രായേൽ അടിച്ചു. മിണ്ടുന്നില്ല. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുത്തനായ യഹൂദൻ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് പ്രൈസലോട് പറയുന്നവർ ഇവൻ കൈകാര്യം ചെയ്യുമെന്ന് പേടിയ. ഖത്തറിനകത്ത 3 നേതാക്കൾ ഇരിപ്പുണ്ട് ഹമാസിൻ്റെ. അതിൻ്റെ ഒന്നാ ഖാലിദ് മിഷേൽ, രണ്ടാമത് പിന്നെ ഇസ്മായിൽ മുഹമ്മദ് ഖനിയ. ആ പുള്ളിക്കാരന് ഇന്നാൾ കോഴിക്കോട് പ്രകടനം നടത്തിയപ്പോഴേ എല്ലാം സുന്ദരമായിട്ട് ഓൺലൈനിൽ വന്നത്. അവരെ ഒന്നും ഇസ്രായേൽ വിടത്തില്ല. അവൻ ചെറിയ പുള്ളിയല്ല. ഇവന് നമ്മൾ ഒരിക്കലും, ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷേ ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവൻ ആരാ? പണ്ടൊരു കാലത്ത് ഒരു കൊച്ചു പയ്യൻ, ഒരുവൻ ഫെലിസ്തീൻ്റെ ഒരു മല്ലൻ ഗോലിയാത്ത് 40 ദിവസം ഇവിടെ വന്ന് നിൽക്കുക എന്നറിയാം. പാറശാല ബോർഡറിൽ നിൽക്കുക. കേരളത്തിൽ നിന്ന് ചെല്ലുന്നവരെല്ലാം കാണുമ്പോൾ ഇവൻ്റെ കയ്യിലിരിപ്പ് കാണുമ്പോഴേ സ്വോത്രം എല്ലാവരും സ്ഥലം വിടും. അന്നേരം നെടുവാമ്പള സ്കൂളിൽ പഠിക്കുന്ന ഒരു 5-ാം ക്ലാസ്സുകാർ ഒരു കുട്ടിയും കൂന്നുമായിട്ട് പോയി. അവൻ്റെ പേരാ ദാവീദ്. മിണ്ടുന്നില്ലല്ലോ സ്വോത്രം. ഒരു കുട്ടിയും കൂന്നുമായിട്ട് പോയി. ഇസ്രായേലുകാർ ചോദിച്ച് നീ എവിടെ പോവുക? ഞാൻ ഗോലിയാത്തിനെ ഒന്ന് കണ്ടിട്ട് വരുത്തുന്നു. സ്വോത്രം. അവൻ്റെ കയ്യിരിക്കുന്ന നമ്മുടെ ക്രിക്കറ്റ് ബാൾ സ്റ്റമ്പ് 10 വയസ്സുകാരൻ ദാവീദ് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുസ്തകവും കയ്യിലൊരു ബാഗുമായിട്ട് പോയി. ഗോലിയാത്ത് അവിടെ നിന്ന സമയത്ത് ദാവീദ് ഇങ്ങനെ ചെന്ന് നോക്കി. ഗോലിയാത്ത് ചോദിച്ച് എങ്ങനെ വരുന്നു നീ എന്ന് ചോദിച്ച് പിള്ളേന്. സ്വോത്രം. ഗോലിയാത്ത് പറഞ്ഞ് ഇപ്പം എല്ലാം ശരിയാകുമെന്ന്. സ്വോത്രം. ദാവീദ് പറഞ്ഞ് ശരിയാക്കാൻ തന്നെ വന്നതാണ്. ഗോലിയാത്ത് ശ്വാസം വിടുന്നതിനും പെട്ട് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ വിക്കറ്റ് അടിക്കുന്ന പോലെ ഒറ്റയടി അവൻ്റെ നെഞ്ചത്ത് ദാ കിടക്കുന്ന. സ്വോത്രം. 40 ദിവസം ഇസ്രയേലിൻ്റെ പാളയത്തെ വിറപ്പിച്ച ഒരുവന് ഒരു സ്റ്റമ്പിനകത്ത് ഒറ്റ വിക്കറ്റ് അടിച്ച് വീഴ്ത്തിയവനാ ദാവീദെങ്കിൽ അവൻ്റെ കൊച്ചുമക്കൾ ഇന്ന് ആരായിരിക്കും? ലോകരാജ്യങ്ങൾ ഇത് ഓർത്താൽ മതി. സ്വോത്രം. അതുകൊണ്ട് അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അവൻ്റെ കൊച്ചുമക്കൾ ആരായിരിക്കും നിങ്ങൾ നോക്കിയാൽ. ഇനി അമേരിക്കക്കാർ പറഞ്ഞാൽ കാര്യം പറഞ്ഞാലും ശരി. ഇന്നാൾ ആരാണ്ട് എല്ലാ ചാനലിനകത്തും പേരെന്നെ വിളിച്ചു ചോദിച്ച് മോഡി സാറ് പറഞ്ഞാൽ ഇവ യുദ്ധം നിർത്തുമെന്ന്. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു മക്കളെ, യേശു പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, പിന്നെ മോഡി സാറ് പറഞ്ഞാൽ കേൾക്കുന്ന. സ്വോത്രം. പിന്നെ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യ 42% ആയുധം ഇസ്രയേലിൽ നിന്ന് മേടിക്കുന്ന സ്നേഹം കൊണ്ട് മോഡി സാറുമായിട്ട് അവൻ കമ്പനി കൂടുന്ന ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ അവൻ ആര് പറഞ്ഞാലും നിർത്തത്തില്ല. ഇവനൊരു ടാർഗറ്റ് ഉണ്ട്. ലോകരാജ്യങ്ങളിൽ ലൈവ് പോയാലും ഈ ഹമാസ് ഇസ്രയേൽ വിഷയം അവസാനിച്ചാലും ഈ ഹമാസിൻ്റെ ഇപ്പോഴത്തെ ആക്രമണത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവനെ എല്ലാം ഇസ്രയേൽ തീർക്കും. നിങ്ങൾ കരമുയർത്തിക്കോണം. അജി ലൈവ് എടുത്തോണം. 2024 ഹമാസിൻ്റെ 5ാമത്തെ ഓപ്പറേഷന് ആരൊക്കെ ഇസ്രയേലിനെ 23 സഹായിച്ചിട്ടുണ്ടോ അവന്മാരെ രഹസ്യമായിട്ടെങ്കിലും ഇസ്രയേൽ അടിച്ച് ശരിയാക്കും. സ്വോത്രം. അവൻ അങ്ങനെ ഒരുവനാ. അവനെ തൊട്ടാവൻ വിടത്തില്ല. അങ്ങനെ ഒരു ജാതി അവൻ. കണ്ടോ അറബ് ലീഗിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടതോ? അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അടുത്ത വാക്ക്. അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും. ഇനി ഇസ്രായേൽ ദാണ്ട് നമ്മുടെ ഈ പാറശാലയിൽ ഇങ്ങോട്ട് വരുന്ന വഴി, നമ്മുടെ തോലടി, അതുപോലെ ഈ സ്ഥലങ്ങളെല്ലാം ഈ അടി വരുന്ന സമയത്ത് ബോർഡർ അടയ്ക്കുന്നത് പോലെ ഇനി ആ ഇസ്രായേൽ അഷ്കലോനിലും അഷ്തോദിലും ഒരു പണിയും പണിയത്തില്ല. കമ്പിവേലി കെട്ടി അവിടെ ഇട്ടേക്കും. കർത്താവ് എന്താ 4000 റോക്കറ്റ് കൂടാര പെരുന്നാളിനകത്ത് വന്നെങ്കിൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സാമ്പിൾ തീർന്നില്ല. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം
രാജ്യത്തോട് ജാതിയോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. തീർന്നില്ല. ഇന്ന് 4 അടിയ ഒരേ സമയം നടക്കുന്നത്. 1, റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, 21 മാസം. 2, 40 ദിവസമായി ഇസ്രായേൽ ആരുമായിട്ട് ഹമാസ്. ആ സമയം ഇസ്രായേൽ ഇന്ന് 2 രാജ്യങ്ങളുമായിട്ട് വേറെ അടിക്കുന്നു. ബൈബിളിനകത്തുണ്ടോ? 1 സിറിയ, 2 ലെബനോൻ. അങ്ങനെയെങ്കിൽ അറബ് ലീഗ് ഒരുമിക്കാൻ പോകുന്നു. വായിക്കാം യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ബൈബിളുള്ളവരെല്ലാം എടുക്കണം. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ച് സഹായിക്കും. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ദമ്മശേക്കിനെ കുറിച്ച് വായിക്കാം. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളെ. ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ദമ്മശേക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഡമാസ്കസ്, സിറിയയുടെ തലസ്ഥാനമാ ഈ ഡമാസ്കസ് എന്ന് പറയുന്നത്. ഈ ദമ്മശേക്കിനെ കുറിച്ചുള്ള പ്രവചനം. അടുത്ത വാക്ക്. ഇതാ ദമ്മേശക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ 2 എയർപോർട്ടുകളെ അടിച്ച് തകർത്ത് കളഞ്ഞു. 1 ഡമാസ്കസ്, 2 ആലപ്പോ. സിറിയയുടെ അടുത്ത് ഇസ്രായേൽ പറഞ്ഞ് മര്യാദയ്ക്ക് നിന്നില്ലേ നിന്നെ അടിക്കുമെന്ന്. സ്വോത്രം. ഇനി നടക്കാൻ പോകുന്ന യവനെ അടിക്കും. അങ്ങനെയെങ്കിൽ അറബ് ലീഗ് വെറുതെ ഇരിക്കൽ ഒരുമിക്കാൻ പോവാ. അടുത്തടി ഇന്ന് നമ്മുടെ ബൈബിളിൽ കാണുന്ന പ്രവചനം. അടുത്തടി ദമ്മശേക്ക് ഒരു പട്ടണമാകാതെ അത് ശൂന്യ കൂമ്പാരമാവും. അടുത്ത വാക്ക് വായിച്ചാട്ടെ മക്കളെ. ശൂന്യ കൂമ്പാരമായി തീരും. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസിനെ ഇസ്രായേൽ ശൂന്യ കൂമ്പാരമാക്കും. അതുകൊണ്ട് സൗദി അറേബ്യ വന്നിട്ട് ആരാന്ന് പറയുന്നതെന്നറിയാമോ? ആരാ ഏറ്റവും നിർണായകമായ ഒരു രാജാവായി സിറിയയുടെ ബഷർ പറഞ്ഞ് ഞങ്ങൾക്കും രക്ഷയില്ല, ഞങ്ങളെ അടിക്കുക. അടുത്തത് ലെബനോൻ. വായിക്കാം അടുത്ത വാക്ക്. ലെബനോൻ വായിച്ചാട്ടെ. അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കും. അരോവർ പട്ടണങ്ങൾ നിർജ്ജനമാകും. അതാ ഹിസ്ബുള്ള, ലബനോൻ. ഈ 2 എണ്ണത്തിന് കട്ടക്കിട്ടടിക്കും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നേക്ക് 2700 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയ പ്രവചനങ്ങൾ ഇന്ന് രാത്രി പശ്ചിമേഷ്യ പുകയുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. കത്തുന്ന തീക്കൊള്ളി പോലെ ലോകജാതികളുടെ ഇടയിൽ നിന്ന് ഒരു കൊള്ളി വലിച്ചെടുക്കുന്നത് പോലെ നിന്നെ ഞാൻ വലിച്ചെടുത്തിട്ട് എൻ്റെ വാക്കനുസരിച്ച് ില്ലെങ്കിൽ ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വരാൻ പോകുന്ന ഒരു അന്തിമ യുദ്ധം. ഇന്ന് രാത്രി ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുക. അതിനു മുമ്പ് ഒരു സംഭവം നടക്കുക. ന്യൂഡൽഹിയിൽ നിന്ന് പാകിസ്ഥാനിൻ്റെ കോൺസുലേറ്റുമാർ ഒരു വലിയ വണ്ടിക്കകത്ത് കൊണ്ടുപോകും. വാഗ അതിർത്തിയിൽ അവിടെ കൊണ്ടുചെന്ന് വണ്ടി കാത്തു കിടക്കും. ആ സമയത്ത് ഇസ്ലാമാബാദിൽ നിന്ന് ഇന്ത്യയുടെ കോൺസുലേറ്റുമാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ വണ്ടി ഇവിടെ വരുമ്പോൾ ഗേറ്റ് തുറക്കുക. ഈ പാസ്പോർട്ടുള്ളവരെ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് പറയും നിങ്ങളുടെ ആൾക്കാരെ തിരിച്ചു തന്നു. അവർ പറയും ഇന്ന് ഇന്ത്യക്കാരെ തിരിച്ചു മേടിച്ചോളാൻ പറയും. ഗേറ്റ് അടയ്ക്കും, പതാക താഴ്ത്ത്. 8 മണിക്കൂർ പിന്നെ കഴിഞ്ഞിട്ടാണ് യുദ്ധം ആരംഭിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് 8 മണിക്കൂർ മുമ്പ് വാഗ അതിർത്തിയിൽ അതതിൻ്റെ കോൺസുലേറ്റുമാരെ കൈമാറ്റം ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കൈമാറ്റം നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി മലയങ്കാവെ ചെറിയ കൊല്ലെ കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഈ രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മലയങ്കാവിനോട് മറ്റൊരുത്തനിലും ഇനി ഇവിടെ രക്ഷയില്ല. അമേരിക്കക്കാരന് രക്ഷയില്ല, ഇസ്രായേൽ രക്ഷയില്ല, ഇന്ത്യക്കാരന് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട 1 കാലില്ല, 1.5 ഏകനാമം, യേശുവിന്റെ നാമം. ഇന്ന് രാത്രി കൺവെൻഷന്റെ ആദ്യ രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ ഇരുന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ദ ഫസ്റ്റ് ഡേ ഈവനിങ് വി ആർ ടെൽ ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ്. ഇന്ന് രാത്രി നീ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ കർത്താവ്, യേശു എൻ്റെ ഏക ദൈവം. അവൻ രാജാവായി മടങ്ങി വരുമ്പോൾ ഈ പാപിയായ എന്നെയും ഓർക്കണമെന്ന് ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ആരിവിടെ തയ്യാറുണ്ട്? നിന്റെ പേര് ജീവപുസ്തകത്തിൽ ചേർക്കുക. എൻ്റെ നാഥൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. വാതിലുകൾ അടയാറായി രക്ഷയുടെ പെട്ടകത്തിനകത്ത്. ഇന്ന് രാത്രി അലക്ഷ്യമാക്കി
ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്, പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞ് കാല് മുടന്തി കടക്കാൻ ഇന്ത്യ ഗവൺമെൻറ്, ശ്രീ നരേന്ദ്രമോദി, അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അല്ലെങ്കിൽ തമിഴ്നാടിൻ മുതലமைச்சർ സ്റ്റാലിനും അനുവദിക്കത്തില്ല. അതിന് എത്ര ദിവസം മുമ്പ് ഇവിടെ അനൗൺസ്മെൻറ്റാണ്, ഇത്രാം തീയതി രാവിലെ മുതൽ പോളിയോ, 2 സഹോദരിമാർ വീട്ടിൽ വരും, ഇത്രാം തീയതി കുഞ്ഞിനെ കൊണ്ടുവരണം, അല്ലെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം, ഫ്രീ, ചെന്ന് വാ തുറന്നാൽ മതി, പോളിയോ. സ്വോത്രം. ആ സമയത്ത് നമ്മുടെ ഇവിടുത്തെ ജോപ്പൻ ചേട്ടനും ചിന്നമ്മ ചേച്ചിയും കൂടെ തമിഴ്നാട്ടിൽ കല്യാണത്തിന് വന്നു. സന്തോഷമില്ലല്ലോ, കുഞ്ഞിന് പോളിയോ കൊടുക്കാതെ. അവസാനം പോളിയോ കൊടുക്കാതെ കുഞ്ഞ് വീട്ടിനകത്ത് മുടന്തിയിട്ട് വല്ല കാര്യമുണ്ടോ സോദരം? നീ കല്യാണ സമയത്ത് അല്ല പോളിയോ കൊടുക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഫ്രൈഡ് റൈസും ചിക്കനും തിന്നാൻ പോയാൽ നിൻ്റെ കുഞ്ഞ് വീട്ടിനകത്ത് കാല് മുടന്തി കിടക്കുക. അങ്ങനെയെങ്കിൽ ആ പോളിയോയുടെ പേരെന്താ? മനുഷ്യകുലത്തിൽ താഴെ വീണ് കുഞ്ഞ് കിടക്കാതിരിപ്പാൻ ഇന്ത്യ ഗവൺമെൻറ് ഇസ്രയേലിൽ നിന്ന് കണ്ടുപിടിച്ച വാക്സിൻ, ആ പോളിയോ ലിറ്റിൽ വാക്സിൻ. അതെന്തിനാ? വരാനിരിക്കുന്ന അഡ്വാൻസ് ആയിട്ടുള്ള പോളിയോയ്ക്ക്. എന്നാൽ ഇന്ന് രാത്രി മലയങ്കാവിൽ മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നു. ആ പോളിയോയുടെ പേരാ പാപം. പാപത്തിന് മരുന്ന് കാരക്കോണത്ത് പോയാൽ കിട്ടും? ഇല്ല. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി കിട്ടുമോ? RCC കീമോതെറാപ്പി നടക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നെയ്യൂർ ഹോസ്പിറ്റലിൽ പോയി റേഡിയേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിനെ ഞങ്ങൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ പരിചയപ്പെടുത്തുന്നു. ആ വാക്സിൻ്റെ പേര് പോളിയോ വാക്സിൻ അല്ല, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്തുവാൻ കഴിയും? മനുഷ്യകുലത്തിന് വരുന്ന പാപമാകുന്ന പോളിയോയ്ക്ക് പകരമായി ഇന്ന് രാത്രി ഒരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. സകല പാപമല്ല, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇസ്രായേൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.